നമസ്കാരം. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിൻ്റെ രണ്ടാം ദിനത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളീയ സമൂഹത്തിൽ അഥവാ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഡിസബിലിറ്റി സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുറന്ന വേദികളിലുള്ള ചർച്ചകൾ വളരെ വിരളമാണ്. സാധാരണ നമുക്ക് കാണാൻ കഴിയുന്നത് ഡിസബിലിറ്റി സമൂഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ പൊതുവെ പോകാറുള്ളത് ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പൊതുവെ ഡിസ്കഷൻസുകളും ഇടപെടലുകളൊക്കെ പൊതുവെ കാണാറുള്ളത്. അതിനപ്പുറത്ത് ഡിസബിലിറ്റി വ്യക്തികളുടെ സാമൂഹ്യ പരിസരങ്ങളും ഡിസബിലിറ്റി വ്യക്തികളുടെ സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകളും അത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഫെസ്റ്റിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് ഇന്ത്യയിൽ 1.9% ഡിസബിലിറ്റി വ്യക്തികൾ മാത്രമാണ് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, 1.9 വ്യക്തികൾ മാത്രമാണ് തൊഴിൽ മേഖലയിൽ സജീവമായിട്ട് ഡിസബിലിറ്റി വ്യക്തികളുള്ളത്. അതിൽ തന്നെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി ആയിട്ടുള്ള വ്യക്തികളാണ് കൂടുതൽ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആലോചിക്കാൻ കഴിയുന്നത്, ഡിസബിലിറ്റി വ്യക്തികൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പരിമിതികളും വെല്ലുവിളികളും പലപ്പോഴും അഭിമുഖീകരിക്കാറുണ്ട്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തൊഴിൽ മേഖലയിൽ കൃത്യമായിട്ടുള്ള പ്രവേശനം സാധ്യമല്ല എന്നുള്ളതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഡിസബിലിറ്റി വ്യക്തികൾ അല്ലെങ്കിൽ ഡിസബിലിറ്റി ശരീരമുള്ള മനുഷ്യന്മാർ പ്രൊഡക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ആ ശരീരം വീക്കാണ്. ഈ ഒരു മനോഭാവമാണ് പലപ്പോഴും ഡിസബിലിറ്റി സമൂഹത്തിൻ്റെ മേൽ ആളുകൾ ചാർത്തപ്പെടുന്നത്. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ നമ്മോടൊപ്പം ഇന്ന് ഈ ഒരു പാനലിലുള്ള ആളുകളൊക്കെ ഒരു ജോബ് സീക്കർ എന്നതിനപ്പുറത്ത് ഒരു എംപ്ലോയറായിട്ടാണ് ഈ 4 പേരും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഇവരുടെ തൊഴിൽ മേഖലകളിലൊക്കെ പരമാവധി ഡിസബിലിറ്റി വ്യക്തികളെ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഇവരുടെ നേരത്തെയുള്ള സംഭാഷണത്തിലും ഇവരുടെ ഇടപെടലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഡിസബിലിറ്റി സമൂഹം അല്ലെങ്കിൽ ഡിസബിലിറ്റി വ്യക്തികൾ തൊഴിൽ മേഖലയിലുള്ള അവരുടെ പ്രവേശനം, ആ തൊഴിൽ മേഖലയിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ള സാധ്യതകൾ എത്രത്തോളം സമൂഹത്തിൽ സക്സസ് ആയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു അന്വേഷണമാണ് ഈ ഒരു പാനലിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ആദ്യമായി ഞാൻ TMT ഡയറക്ടറായിട്ടുള്ള കൈരളി TMT ഡയറക്ടറായിട്ടുള്ള പെഹലിഷ കള്ളിയത്തിനോട് തന്നെ ചോദിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സാർ, നിങ്ങളുടെ സംരംഭത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ആ സംരംഭത്തിലേക്ക് എത്തിയിട്ടുള്ള കാരണങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. സാർ പ്ലീസ്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ആദ്യമായി ഈ KDF 30ഓളം ഓർഗനൈസേഷൻസ് തണൽ ഹെഡ് ചെയ്തിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇത് തുടങ്ങിയപ്പം തന്നെ ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ കഴിഞ്ഞു. അപ്പം ഈ ഒരു പരിപാടിക്ക് എത്തിയ എല്ലാവരും ഇനി അങ്ങോട്ടുള്ള 3 ദിവസവും ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന്, അതിന് കൂടെ നിൽക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ആ രീതിയിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കൈത്താങ്ങായിട്ട് ഇവരെല്ലാവരും മുന്നോട്ട് വരുന്നത് നമുക്ക് കണ്ടെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ കൈരളി TMTയുടെ ഡയറക്ടറാണ്. ഞാൻ ഏകദേശം 14 വർഷമായി ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. എൻ്റെ ഫാദർ തുടങ്ങിയതാണ് 2000.
ഞാൻ ഡിസേബിൾഡ് ആയിട്ട് ജനിച്ച ആളല്ല. ഞാൻ ഒരു 17 വർഷം മുന്നേ ഒരു കാർ ആക്സിഡൻറ്റിൽ ഉറങ്ങിപ്പോയി. അങ്ങനെ എൻ്റെ സെർവിക്കൽ 7 ആണ് എൻ്റെ ഇഞ്ചുറി. അന്ന് മുതൽ ഞാൻ 12 ശേഷം 4-5 വർഷത്തിന് ശേഷമാണ് ബിസിനസ് രംഗത്തേക്ക് വരുന്നത്. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പനിയായി. 1500ഓളം എംപ്ലോയീസ് ഉണ്ട് നമ്മൾക്ക് കമ്പനിയിൽ. അവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. പിന്നെ എൻ്റെ ജ്യേഷ്ഠനുണ്ട് ഹുമയൂൺ, അദ്ദേഹവും ഞാനുമാണ് ഇപ്പം പാർട്ട്ണർ. ഫാദർ 1 വർഷം മുന്നേ മരണപ്പെട്ടു. അത് ഓക്കെ. താങ്ക് യു. റഷീദ് ഖാൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. റഷീദ് ഖാൻ എത്ര കാലമായി ഈ ഒരു സംരംഭകത്വമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു? ഗുഡ് മോർണിംഗ്. ഞാൻ മിസ്റ്റർ നദീർ എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ബ്രീഫായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ. എൻ്റെ പേര് ബഷീർ, സ്വദേശം തിരൂരങ്ങാടിക്കടുത്ത് മമ്പുറം. ഇവിടെ പെഹലിഷ പറഞ്ഞ പോലെ ഞാൻ ജന്മന ശാരീരിക പരിമിതിയുള്ള ഒരാളല്ല. മറിച്ച് ഇദ്ദേഹത്തെ കൂട്ട് ഒരു യാത്രയിൽ ഞാൻ ഓടിച്ചിരുന്ന വാഹനം ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ മറിഞ്ഞ് അപകടം പറ്റിയിട്ടാണ് ചക്രക്കസേരയിലേക്ക് ചുരുങ്ങിയത്. സത്യം പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു 4 വർഷക്കാലം വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് അതിൽ നിന്നൊക്കെ മനോധൈര്യം സംഭരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നിപ്പോൾ ഈ വേദിയിലെത്തി നിങ്ങളോട് വളരെ ഊർജ്ജത്തോടു കൂടി സംസാരിക്കാൻ പ്രാപ്തനായിട്ടുണ്ട്. ദൈവത്തിന് നന്ദി. മാത്രമല്ല, ഇത്തരത്തിലുള്ള മനോഹരമായ ഇതിനെക്കുറിച്ച്, ഇത്തരത്തിലൊരു ഫെസ്റ്റിവലിനെ കുറിച്ച് ചർച്ചകൾ നടന്നു. അതിൻ്റെ പ്രാരംഭത്തിൽ, ആ പ്രാരംഭ ചർച്ചയിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് നാടും ജനങ്ങളും ഏറ്റെടുത്തപ്പോൾ ഇത് വലിയൊരു സംഭവമായി. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ ഈ പരിമിതിയുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ഫെസ്റ്റിവലാണ് കോഴിക്കോട് ഈ അറബിക്കടലിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഇവിടെ 29, 30, 31, 1 തീയതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഇതിലേക്ക് എത്തിയ, ഞങ്ങളുടെ സെഷനിലേക്ക് വിശേഷം എത്തിയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ട്. അവരൊക്കെയാണ് ഈ സെഷനിൽ പ്രാധാന്യം അറിയിക്കുന്ന കേൾവിക്കാരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ രക്ഷിതാക്കളും പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. എല്ലാവരെയും ഈ സെഷനിലേക്ക് ബഹുമാന്യനായ മോഡറേറ്റർ സ്വാഗതം ചെയ്ത് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. മിസ്റ്റർ നദീർ ചോദിച്ചത് പിന്നെ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ ക്യാപ്ഷൻ അതിമനോഹരമാണ്. തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ ദാതാക്കളിലേക്ക്. ഞാൻ 2003 22 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആക്സിഡൻ്റായി കട്ടിലേക്ക് ചുരുങ്ങി 4 വർഷം തീവ്രമായ പരീക്ഷണ കാലഘട്ടം. അതിനുശേഷം ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിലെ ചികിത്സ കൊണ്ടാണ് ഇത്തരത്തിൽ പരിവർത്തിക്കപ്പെട്ട് നിങ്ങളുടെ മുമ്പിലൊക്കെ എത്താൻ പാകത്തിനായത്. അവിടുന്ന് അങ്ങോട്ട് ആ വെല്ലൂരിൽ നിന്ന് കിട്ടിയ ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യമുണ്ടെങ്കിൽ പോലും വെറുതെ ഇരുന്നിട്ട് നിങ്ങളുടെ ശേഷിക്കുന്ന കാലം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത്, മറിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തിയിലോ മറ്റോ ഈടുപെടണം എന്നുള്ള ഒരു ശക്തമായ ഗൈഡൻസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ വീട്ടിൽ വന്ന് ഇങ്ങനെ ആലോചിച്ചത്. അപ്പം ഇവരൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് തൊഴിൽ തന്നെയാണ് പ്രധാനം. തൊഴിലിന് വേണ്ടി ഞാൻ ശ്രമിച്ചു. ലോക്കോമോട്ടർ ഡിസബിലിറ്റി, അരക്ക് താഴെ തളർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം തൊഴിലിനൊരു ഘടകമാണ്. നൈപുണ്യം, സ്കിൽസ് ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യവും ഒരു ഘടകമാണ്. അപ്പം ഞാൻ അന്വേഷിച്ച തൊഴിലുകളിലേക്ക് എത്താൻ എനിക്ക് കഴിയാത്തൊരു ശാരീരിക പരിമിതി, മൊത്തത്തിലുള്ളൊരു പരിമിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പം വെറുതെ ഇരിക്കാൻ മനസ്സ് സമ്മതിക്കുന്നുമില്ല. എന്ത് എന്നതിനെക്കുറിച്ച്, പിന്നെ എന്ത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഇവിടെ ഇവരൊക്കെ പറഞ്ഞ കൂട്ട് തൊഴിൽ ദാതാവിലേക്ക്, അന്വേഷണത്തിൽ നിന്നും തൊഴിൽ ദാതാവിലേക്കുള്ളൊരു പരിവർത്തനം. തൊഴിൽ ദാതാവാകുമ്പോൾ നമ്മൾക്കൊരു തൊഴിലാവുകയും ചെയ്യും, ഒരു ഏണിങ്സ് ആവുകയും, അല്ലെങ്കിൽ നമ്മൾ
ചെയ്യാൻ പാകത്തിനുള്ള ഒരു സംരംഭത്തിൽ നമ്മൾ ഇരിക്കുന്നതോടൊപ്പം നമ്മൾക്ക് മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാൻ കഴിയും. അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് 2-3 കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോഴാണ് അന്നത്തെ കാലത്ത് ഏറ്റവും പ്രൊമോട്ട് ചെയ്തിരുന്നത് 2008 ജനുവരി, കൃത്യമായിട്ട് പറഞ്ഞാൽ ജനുവരി 30-നാണ് ജെംസ് പേപ്പർ പ്രോഡക്ട്സ് എന്ന സ്ഥാപനം എൻ്റെ സൗകര്യാർത്ഥം എൻ്റെ വീടിൻ്റെ പരിസരത്ത് ഞാൻ ആരംഭിക്കുന്നത്. അപ്പം പേപ്പർ കപ്പിൻ്റെ മാനുഫാക്ചറിങ്ങും അതോടൊപ്പം തന്നെ പേപ്പർ പ്രോഡക്റ്റ്, ഡിസ്പോസിബിൾ പേപ്പർ പ്രോഡക്റ്റിൻ്റെ ഡീലിങ്സുമാണ്. അതിൽ പല ഉൽപ്പന്നങ്ങളുണ്ട്. ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു മേഖലയാണ്. പല മേഖലകളും ഞാൻ ആലോചിച്ചു, 2-3 മേഖലകൾ ഇങ്ങനെ അതിനെക്കുറിച്ച് പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഡിസ്പോസിബിൾ പേപ്പർ കപ്പിൻ്റെ ഒരു യൂണിറ്റ് വീടിനോട് ചേർന്നിട്ട് മാനുഫാക്ചറായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നു. ഇദ്ദേഹത്തിനെ കൂട്ട് അത്രത്തോളം തൊഴിലന്വേഷകർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു 10, 15, 20 പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്നു എന്നുള്ളൊരു സന്തോഷവും ചാരിതാർത്ഥ്യവും എനിക്കുണ്ട്. തുടർന്ന് ഇവിടെ സമയം വളരെ ലിമിറ്റഡാണ്. അപ്പം ഇനി അടുത്ത ചോദ്യം വരുമ്പോഴാണ് അടുത്ത ഊഴത്തിൽ തുടർന്ന് സംസാരിക്കാം. താങ്ക് യു. പ്രിയ മാത്യുവിനോടാണ് അടുത്ത ചോദ്യം. പ്രിയ മാത്യു ഒരു സംരംഭക മാത്രമല്ല, ഡിസബിലിറ്റി മേഖലയിൽ സിഗ്നിഫിക്കൻ്റായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയും കൂടിയാണ്. പ്രിയ മാത്യു, എങ്ങനെ പോകുന്നു നിങ്ങളുടെ സംരംഭം? ഒരുപാട് സന്തോഷം. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഈ വേദിയിൽ ഈ ആളുകളെ കാണുമ്പോൾ ഒരു ഭയങ്കര പ്രൗഡ് മൂമെൻ്റാണ്. ഇപ്പോൾ അത് ഒരുതരം എന്താ പറയുന്നത്, വികാര നിർഭയമായിട്ടിരിക്കുക എന്ന് പറയല്ലേ, ആ ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ 2 പേര് സൂചിപ്പിച്ചു, അവർ ജന്മന ഭിന്നശേഷിക്കാരല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു ജന്മന ഭിന്നശേഷിയിൽ ജനിച്ച ഒരാളാണ്. അപ്പം ഒരു വീട്ടിലൊരു ഭിന്നശേഷിക്കാർ ജനിക്കുമ്പോൾ നമുക്കറിയാം, സമൂഹത്തിൻ്റെതായാലും ഇല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നായാലും പല രീതിയിലുള്ള തിരസ്കരണങ്ങളെല്ലാം അനുഭവിക്കുന്ന ഒരു കുടുംബമായിരിക്കും. പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് ആ തിരസ്കരണങ്ങളെയൊക്കെ മാറ്റി ആ കുട്ടിക്ക് ലൈഫിൽ അവളുടേതായ ഒരു സ്ഥാനം കണ്ടുപിടിക്കാൻ പറ്റി എന്നെടുത്താണ് എൻ്റെ ഒരു വിജയം എന്ന് ഞാൻ കണ്ടു. താങ്ക് യു. ഞാൻ മലയാള സർവകലാശാലയിൽ PG, എൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വന്നത് മലയാള സർവകലാശാലയിൽ PG പഠിത്തം കഴിയുമ്പോൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം എന്നെ സംബന്ധിച്ച് വലുതായിരുന്നു. കാരണം ഫിനാൻഷ്യലി വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു എൻ്റേത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ കുടുംബത്തിൽ എന്തെങ്കിലും ഏണിങ്സ് കൊടുക്കണം എന്നെനിക്കൊരു ഇതുണ്ട്. ഇത്രയും നാളും അവരെന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം തന്നു. എൻ്റെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ എൻ്റെ നിലപാടുകൾക്കൊപ്പം അവരെന്നെ ചേർത്ത് നിർത്തി. അപ്പോൾ ഇനി എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കണം, എനിക്കും എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരാശയമായിരുന്നു. അവിടെ നിന്ന് ഞാൻ PG കഴിയാറായപ്പോൾ ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചു, എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ആഗ്രഹമുണ്ട്, എന്താണ് അഭിപ്രായം? അപ്പോൾ എല്ലാവരെ പോലെ തന്നെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, നിനക്കാകുമോ എന്ന് ചോദിച്ചു. നമുക്ക് നോക്കാം, എന്തായാലും ലൈഫിൽ ഒരു കാര്യം ചിന്തിച്ചാൽ അത് എനിക്ക് നിറവേറ്റിയെടുക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഗ്ലാഡ് ബേക്സ് എന്ന ഒരു ബോർമ സ്റ്റാർട്ട് ചെയ്യുകയും 2024 ജൂൺ 9 നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറായ ശ്രീ ചിറ്റേങ്കോപം സാർ അത് ഉദ്ഘാടനം ചെയ്തു. അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഞാനെന്ന വ്യക്തിയെ പരിചയപ്പെടുത്തി. നമുക്കറിയാം, സമൂഹം പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന തിരസ്കരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതിനകത്ത് ഡിസബിലിറ്റി ഉണ്ട്, നിറത്തിൻ്റെയും ജെൻഡറിൻ്റെ എല്ലാം തിരസ്കരണം അനുഭവിക്കുന്ന ഒരു രാജ്യത്ത്, നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ഡിസബിലിറ്റിക്കാർ ഒന്നിനും പിറകിലല്ലെന്നും നമുക്ക് നമ്മുടേതായ ഒരു നിലപാട്, ഒരു ചുറ്റുപാട് തീർക്കാൻ പറ്റുമെന്നും കാണിക്കുകയായിരുന്നു അന്ന് ചെയ്തത്. ഇപ്പോൾ നിലവിൽ സ്ട്രഗിൾസിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നെങ്കിലും ഒരിക്കലും ആ സ്ട്രഗിൾസ് പുറകോട്ടല്ല, എന്നെ അത് മുന്നോട്ട് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ഇതിൽ പറഞ്ഞു പോകാം. താങ്ക് യു. ഗീത സലീഷ്, എങ്ങനെ പോകുന്നു സംരംഭങ്ങളൊക്കെ? ഒന്ന്
വിവരിക്കാമോ? എൻ്റെ പേര് ഗീത സലീഷാണ്. തൃശ്ശൂർ ജില്ലയിലെ അമലാനഗറിലാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഗീതാസ് ഹോം ടു ഹോം എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. സംരംഭം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഒരു 6 ഇയറേ ആയിട്ടുള്ളൂ. പക്ഷേ ഒരു പുതിയൊരു പ്രോഡക്റ്റ്, ഇന്നോവേറ്റീവ് പ്രോഡക്റ്റാണ് കുർക്കുമിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ സമൂഹത്തിലേക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ എൻ്റെ ഒരു സംരംഭത്തിന് ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഒരു നോർമൽ നമ്മൾ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ ഇത് കുർക്കുമിയിൽ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് വേൾഡിൽ തന്നെ ഫസ്റ്റ് പ്രോഡക്റ്റാണ്, പാറ്റൻറ്റഡ് പ്രോഡക്റ്റാണ്. നമുക്ക് മഞ്ഞളിനകത്തുള്ള മെഡിസിൻ വാല്യൂ ഉള്ള കുർക്കുമിൻ നമ്മുടെ ബോഡിയിൽ ആഗിരണം ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലേക്ക് തന്നെ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റായിട്ട് എനിക്ക് കുർക്കുമീലിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ശരിക്കും എൻ്റെ ഒരു 13 വയസ്സിലാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. അതുവരെ എനിക്ക് ഫുള്ളായിട്ട് കാഴ്ച ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. കാരണം ഒറ്റപ്പാലത്തിനടുത്തുള്ള പനമണ്ണ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്നതാണ്. അതിനുശേഷം നമ്മളൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കാഴ്ച കുറഞ്ഞു പോകുന്നു. 10ാം ക്ലാസ് എത്തുമ്പോഴേക്കും ഫുള്ളായിട്ട് കാഴ്ച നഷ്ടപ്പെടുന്നു. അപ്പം നമ്മുടെ ആ ഒരു ടീനേജ് പ്രായമാണ്. ആ പ്രായത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ട്രാജഡി സംഭവിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സ്റ്റക്കായി പോവുക ചെയ്യുക. കാരണം നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നൊരു പ്രായം കൂടിയല്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിലായത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധങ്ങളില്ല. പിന്നെ ഇന്നത്തെ പോലത്തെ ഒരു അവസ്ഥയല്ല. ഒരു 25 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലാത്തൊരു കാലഘട്ടം കൂടിയാണ്. ഇത്രയ്ക്കും പോപ്പുലർ അല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയത്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിച്ചത്. പക്ഷേ ആ ഒരു ട്രാജഡി സംഭവിച്ചത് ഞാൻ അന്ന് ഈ ഒരു പ്രശ്നം എൻ്റെ മൈൻഡ് കൊണ്ട് തന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിലിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. കാരണം പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ അവിടെ നിന്ന് 15 വയസ്സ് മുതൽ ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അന്ന് എൻ്റെ മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. പഠനത്തിലൂടെ മാത്രമാണ് നമുക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോരാനുള്ള ഒരു അവസരം എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം ഗ്രാമമാണ്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയും കൂടിയാണ്. അപ്പോൾ എന്താ നമ്മുടെ വീട്ടുകാർ എപ്പോഴും എന്താ പറയുക, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം എന്ന് മാത്രമാണ് അവർ പറയുള്ളൂ. പക്ഷേ അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീടിനകത്ത് ഒതുങ്ങിക്കൂടി പോവേണ്ട ഒരു സന്ദർഭമായിരുന്നു എൻ്റെ ലൈഫിൽ അതെന്ന് പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് പഠിക്കണം എന്നുള്ള ഒരൊറ്റ വാശി മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതല്ലാതെ കൊണ്ട് എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയില്ല എന്നുള്ളത് അന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് എനിക്കത് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് 10th പാസ്സായി. സാധാരണ നോർമൽ സ്കൂൾ തന്നെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ബ്രെയിൽ പഠിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ബ്രെയിൽ പഠിച്ചു. അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാഴ്ചയില്ലാത്ത ആളുകൾ ഈ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് എന്നുള്ളത്. ആ ഒരു തിരിച്ചറിവ് വന്നത് അവിടെ എത്തിയപ്പോഴാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ഇത്രയെങ്കിലും കണ്ടു, എനിക്ക് ഒരുപാട് കാര്യം ഈ സമൂഹത്തിലേക്ക് ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു തുടങ്ങിയത് അവിടെ വെച്ചിട്ടാണ്. അവിടെ 2 ട്രേഡുകൾ ഉണ്ടായിരുന്നു, അത് ചെയർ മടയിൽ, അതുപോലെ ബുക്ക് ബൈൻഡിങ്. ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് പഠിച്ചു. 2 കോഴ്സും പഠിച്ചു. 2 വർഷത്തെ കോഴ്സാണ്. പക്ഷെ ഞാൻ 8 മാസം കൊണ്ട് തന്നെ ബ്രെയിൽ പഠിച്ച് 2 കോഴ്സും പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങാൻ വേണ്ടി ഞാൻ നിന്നില്ല. കാരണം എനിക്ക് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പഠിച്ച് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം, എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് ഞാൻ ആ ട്രേഡുകളും കൊണ്ട് പഠിച്ചെടുത്തത്. അതിനുശേഷം ഞാൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ജോയിൻ ചെയ്തു. ഡിഗ്രി വരെ ഞാൻ പഠിച്ചു. BA പൊളിറ്റിക്സ് ആയിരുന്നു, കംപ്ലീറ്റ് ചെയ്തു. അവിടെ എനിക്കിതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഫ്രണ്ടായിരുന്നു സലീഷ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഇന്നിപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല, മോള് വന്നിട്ടുണ്ട്, അതുപോലെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് വീണ്ടും എൻ്റെ ജീവിതത്തിലെ ഒരു
ടേണിംഗ് പോയിൻ്റാണ്. കാരണം അന്നൊക്കെ ഞാൻ വിചാരിച്ചത് സ്വന്തമായിട്ട് അങ്ങനെ ജീവിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അവിടെ നിന്നും നമുക്കൊരു പാർട്ട്ണർ വേണം, ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, കാഴ്ചയില്ലാതെ എങ്ങനെ നമ്മൾ ജീവിതം കൊണ്ടുപോകും എന്നൊന്നും അറിയില്ല. പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞു. ഇപ്പം എനിക്ക് 2 മക്കളുണ്ട്. മോൻ BBA ഫസ്റ്റ് ഇയർ ആണ്, മോള് 9th പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ ഹസ്ബൻഡ് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു സംരംഭം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വന്നത്. അപ്പം നമ്മൾ വിവാഹം കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഡിസേബിൾ ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരു അമ്മ, അതല്ലെങ്കിൽ ഒരു ഭാര്യ, ഒരു മരുമകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു റോള് കറക്റ്റായിട്ട് അവിടെ ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി തന്നെ ഞാൻ കൂടുതൽ സമയം അതിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ആ സമയത്തൊന്നും ഞാനൊരു ജോലി വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ധാരണയിലേക്ക് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം, അത് മസ്റ്റാണ്. പക്ഷെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസം തുടങ്ങിയപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ടൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് കാഴ്ചയില്ലാത്തത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ജോലി നിഷേധിക്കപ്പെട്ടു. അപ്പം ഞാൻ 1-2 സ്ഥലത്ത് മാത്രമാണ് ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം നമുക്കത് ജോലി കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്, പക്ഷേ അതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു യൂണിക്കായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിൽ ആദ്യമായിട്ട് എനിക്കൊരു സംരംഭത്തിലേക്ക് ഞാൻ വന്നത് 2011 ഒരു ഓർഗാനിക് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ സംരംഭം എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒന്നും അറിയാതെ കൊണ്ടാണ് ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നൊരു 10ഓളം സ്റ്റാഫുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ഓർഗാനിക് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതേപടി തന്നെ അത് എനിക്ക് നിർത്തേണ്ടി വന്നു. കാരണം ആ ബിൽഡിങ് പൊളിക്കുന്നതിനെ തുടർന്ന് അത് നിർത്തി. അപ്പോഴാണ് ശരിക്കും സംരംഭത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണ് എന്നുള്ളതും സംരംഭം ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടും കറക്റ്റായിട്ട് ഒരു ധാരണ ഉണ്ടായത് അവിടെ നിന്നാണ്. പിന്നീടാണ് ഞാൻ ഗീതാസ് ഹോം ടു ഹോം എന്നുള്ള എന്നത്തെ എൻ്റെ മഞ്ഞൾ ബേസ് ചെയ്യുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2019-20 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഗോൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് നല്ലൊരു രീതിയിൽ തന്നെ എൻ്റെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇന്ന് 21ഓളം സ്റ്റാഫ് എൻ്റെ ഇൻഹൗസ് തന്നെയുണ്ട്. 350ഓളം കർഷകരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിന്ന് കൃഷി ചെയ്യുന്നത്. ഞാനൊരു 50 സെൻറ്റ് സ്ഥലത്ത് മഞ്ഞൾ കൃഷി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പൈസസ് റിസർച്ച് ഉണ്ട്, ഇപ്പോൾ കോഴിക്കോടായത് കാരണം എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ ലാബ് വിത്ത് എടുത്തിട്ടാണ് അവിടുത്തെ ലൈസൻസ് എടുത്തുകൊണ്ട് കേരളത്തിൽ ആകെ ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഗീതാസ് ഹോം ടു ഹോം. പിന്നെ ഒരു കൺസോർഷ്യമാണ് ഉള്ളത്. അത് നന്നായി അങ്ങനെ രണ്ട് ലൈസൻസാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ആ ലൈസൻസ് എടുത്തുകൊണ്ട് മഞ്ഞൾ കൃഷി സ്റ്റാർട്ട് ചെയ്ത് 50 സെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ 400ഓളം ഏക്കറയിലാണ് ഞാൻ മഞ്ഞൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മുടെ കേരളത്തിൽ 54 ഏക്കർ വരെ ഞാൻ മഞ്ഞൾ കൃഷി ചെയ്തു. ഈ വർഷം നമ്മുടെ 2025 ടർമറിക് ബോർഡ് ഓഫ് ഇന്ത്യ പാർലമെൻറ്റ് പാസ്സാക്കി. അതിൽ നമ്മുടെ കമ്പനീനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് പ്ലാൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 5 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു 10 കമ്പനികളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു കമ്പനി മഞ്ഞൾ ബേസ് ചെയ്യുന്ന കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു കമ്പനി ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ 2025 എനിക്കത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാരണം 2025 മഞ്ഞൾ ബോർഡ് വന്നു. മഞ്ഞൾ ബോർഡ് വന്നിട്ട് 10 മഞ്ഞൾ ബേസ് ചെയ്യുന്ന കമ്പനികളെ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തു. അതിൽ കേരളത്തിൽ നിന്ന് ഗീതാസ് ഹോം ടു ഹോമിനെയാണ് സെലക്ട് ചെയ്തത്. അതെൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മുടെ കൂടെ യൂണിവേഴ്സൽ നിൽക്കും എന്നൊക്കെ പറയില്ലേ, അതിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഇനി എൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് 25 വർഷം കഴിയുമ്പോൾ ഓൾ ഓവർ വേൾഡിൽ 10 കമ്പനികളെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗീതാസ് എന്നുള്ള കമ്പനി എത്തണം എന്നതാണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും എനിക്ക് എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് ജോലി തരാത്തതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. കാരണം ഇന്ന് ഇത്രയും ആളുകൾക്ക് എനിക്ക് ജോലി കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ എനിക്ക് 350ഓളം കർഷകരെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി. അതിൽ 150ഓളം വനിതാ
കർഷകരാണ് എൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് സമൂഹം ഒരു SOP ഇല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എടുത്തിട്ടുള്ളൊരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ചർച്ചയിലൂടെ പറയാവുന്നതാണ്. റഷീദ് മമ്മാട് നമ്മോട് സംസാരിക്കുന്നതാണ്. അദ്ദേഹം മലപ്പുറം MES കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഈ മേഖലയിൽ ധാരാളം എഴുതുകയും ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. എന്താണ് റഷീദ് ക ഡിസബിലിറ്റി വ്യക്തികളുടെ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ടാണ് സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ ചലഞ്ചസുകളാണ് പൊതുവെ കാണാറുള്ളത്? എന്താണ് ആ തരത്തിലുള്ള ഇടപെടലൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ടോ? നിങ്ങളുടെ എഴുത്തുകളിലും അതുപോലെ തന്നെ സംഭാഷണങ്ങളിലും അത്തരത്തിലുള്ള ഇടപെടലൊക്കെ നിങ്ങൾ കൊണ്ടുവരാറുണ്ടോ? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഈ ഒരു നിമിഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൽ. കാരണം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കാനൊരു ഒരു ഇടം, അത് പറയാനുള്ള ഒരിടം, ഇത് രണ്ടും ഒരു ഭിന്നശേഷിക്കാരനെ സംബന്ധിച്ച് അയാളുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ, വലിയ ചലനങ്ങൾ ഉണ്ടാവാൻ പ്രേരകമാകും. അതിന് വേദി ഒരുക്കി തന്ന ഈ KDF-ന് ഞാൻ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യം തന്നെ അർപ്പിക്കണം. പിന്നെ സാറിൻ്റെ ഒരു കാര്യത്തിൽ ചെറിയൊരു തിരുത്ത് ഞാൻ വരുത്തുകയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് പിന്നെ PWD റെസ്റ്റ് ഹൗസ് ആണ്. PWD റെസ്റ്റ് ഹൗസിൽ ആണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. മഞ്ചേരിയാണ്. മഞ്ചേരിൻ്റെ അടുത്ത് പാണ്ടിക്കാട് PWD റെസ്റ്റ് ഹൗസിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് ഈ ജോലി കിട്ടുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംരംഭകനാണ് ആയിരുന്നു. ഇപ്പോഴും ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് വെള്ളിയാഴ്ചയാണ്, നല്ല സമയത്തിന് നല്ല പരിമിതി ഉണ്ട് എന്നറിയാം. എങ്കിലും കുറച്ച് സമയം എടുത്ത് ഞാൻ പറയാം. ഞാൻ സ്കൂളിലൊന്നും പോയിട്ടില്ല. ജന്മന ഇങ്ങനെ 75% ഭിന്നശേഷിക്കാരനാണ്. എൻ്റെ ബഹുമാന്യനായ ബഷീർ സാഹിബ് ഇവിടെ ഉണ്ട്. മറ്റുള്ള എല്ലാവരും ഞാൻ അറിയുന്നതാണ്. പക്ഷെ ഞാനും ബഷീർ സാഹിബും ഒരുമിച്ച് ഒരു സംഘടനയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ ജനിച്ചത് മുതൽ ഈ ഒരു അവസ്ഥയിലാണ് ആയിരുന്നു. സ്കൂളിലേക്കൊന്നും പോകാനുള്ള അവസരങ്ങളൊന്നും എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. പക്ഷേ എത്ര ചെറുപ്പത്തിലാണെങ്കിലും ഒരു അദൃശ്യമായിട്ടുള്ളൊരു ശക്തി ദൈവം എനിക്ക് തന്നതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട്. സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും എന്തുകൊണ്ട് പഠിച്ചുകൂടാ എന്നുള്ളൊരു തോന്നൽ, നടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വേറെ എവിടെയെങ്കിലും പോയാൽ എന്താ എന്നുള്ള തോന്നൽ, ഇങ്ങനെ നമ്മുടെ വൈകല്യത്തിനപ്പുറത്തേക്കാണ് എപ്പോഴും ചിന്ത വരിക. നമ്മൾ ഇരിക്കേണ്ടവരല്ല, കിടക്കേണ്ടവരല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ സഹതാപം അറിയിക്കേണ്ടവരല്ല എന്നുള്ള തോന്നലുകളാണ് എപ്പോഴും. നെഗറ്റീവ്സുകളല്ല, പോസിറ്റീവ്സുകളാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നു കൊണ്ടാണ് ഞാൻ പഠിച്ചത്. സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. SSLC വരെ വീട്ടിലിരുന്ന് പഠിച്ചു. പക്ഷേ SSLC വരെ എന്ന് പറയാൻ പോലുള്ള അർഹത എനിക്കില്ല. കാരണം ഞാൻ SSLC 10ാം ക്ലാസ്സിലെ പുസ്തകം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 1 മുതൽ 9 വരെയുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിലുള്ള ആ പുസ്തകം മാത്രം വായിച്ചു, പരീക്ഷ എഴുതി പാസ്സായി. വലിയ മാർക്കില്ലെങ്കിലും മോശമില്ലാത്ത ആ കാലത്തുള്ള മാർക്കോടുകൂടി തന്നെയാണ് 10ാം ക്ലാസ് പാസ്സായത്. അതിനുശേഷം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ഭിന്നശേഷിക്കാരനായ എനിക്ക് മറ്റുള്ളവരെ പോലെ ഒരു ഡിഗ്രി ചെയ്തുകൂടാ? ആ ഒരു തോന്നലിൽ നിന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ
മലയാള സാഹിത്യത്തിൽ ഡിഗ്രി എടുത്തു. പിന്നെ എനിക്ക് തോന്നിയത് പഠനത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ സംരംഭത്തിലേക്ക് വരാം. പിന്നെ എനിക്ക് തോന്നിയത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയമാണ് ഈ മനഃശാസ്ത്രം അഥവാ സൈക്കോളജി. അപ്പോൾ ഈ സൈക്കോളജിയിൽ ഒരു ഡിപ്ലോമ ഞാൻ എടുത്തിട്ടുണ്ട് BSSൻ്റെ ഇതിൽ. അതുപോലെ തന്നെ ചൈൽഡ് റെമഡിയൽ എഡ്യൂക്കേഷൻ അഥവാ കുട്ടികളുടെ പഠന വൈകല്യം എന്ന വിഷയത്തിൽ ഒരു ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. ഇന്ന് ഇപ്പോഴും ഞാൻ സ്റ്റുഡൻ്റാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ PG ചെയ്യുകയാണ് ഞാനിപ്പോൾ. മറ്റന്നാളാണ് എൻ്റെ 3rd സെമ്മിൻ്റെ എക്സാം, അഥവാ ഞായറാഴ്ച. പക്ഷേ അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുമെന്നുള്ളൊരു കോൺഫിഡൻസാണ് എനിക്കുള്ളത്. പിന്നെ സംരംഭത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു 5 വർഷം മുമ്പ് മമ്പാട് പാലിയേറ്റീവിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചു, പുതിയ കെട്ടിടത്തിൻ്റെ. ആ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ സംസാരിച്ചു. മമ്പാട് പഞ്ചായത്തിൽ ഉള്ള എല്ലാ രോഗികൾക്കും, വൃദ്ധന്മാർക്കും, അതുപോലുള്ള അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ഇവിടുന്ന് പരിചരണം കിട്ടുന്നുണ്ട്, മരുന്ന് കിട്ടുന്നുണ്ട്, ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഭിന്നശേഷിക്കാർക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവരെന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ നിങ്ങൾ എന്താണോ വേണ്ടത്, ഭിന്നശേഷിക്കാർക്ക് എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടതെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തു, മമ്പാട് പഞ്ചായത്തിലുള്ള വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്ന അത്രയ്ക്കും മോശപ്പെട്ട കണ്ടീഷനിലുള്ള കുറച്ച് പേരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി മമ്പാട് പാലിയേറ്റീവിൻ്റെ കീഴിൽ ചുവടുകൾ എന്നൊരു ഭിന്നശേഷി കൂട്ടായ്മ രൂപീകരിച്ചു. അതിനുശേഷം അതിൽ ഞാൻ അവർക്ക് മോട്ടിവേഷൻ കൊടുത്തു, കൗൺസിലിംഗ് കൊടുത്തു, സാക്ഷരതാ ക്ലാസ് കൊടുത്തു. ഇങ്ങനെ നമ്മളെ പാക്കേജ് എന്ന് പറയുന്നത് ഇതാണ്: വിദ്യാഭ്യാസം, തൊഴിൽ, പുനരധിവാസം, സ്വയം പര്യാപ്തത ആവണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വളരെ ചുരുക്കി പറയാണ്, യൂണീക്ക് അംബ്രല എന്നൊരു യൂണിറ്റ് ഉണ്ട്. അതിപ്പോൾ നല്ല നിലയിൽ എന്ന് ഞാൻ പറയാൻ അവകാശം ഇല്ല എനിക്ക്. അത് നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം കുറേ തൊഴിൽ ചെയ്തു കൊടുത്തു, തൊഴിൽ പരിശീലനം കൊടുത്തു. അതായത് പേപ്പർ പേന നിർമ്മാണത്തിൽ, അച്ചാർ നിർമ്മാണത്തിൽ, പിന്നെ ഈ സോപ്പ്, സാബൂന്, ഈ ലിക്വിഡ് എന്നിങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ അവർക്ക് പരിശീലനം കൊടുത്തു. ഇപ്പോൾ അവർ ഒരു ചെറിയ ചെറിയ യൂണിറ്റുകളായി സ്വന്തമായിട്ട് കുറച്ചെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നൊരു തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് സംരംഭത്തെക്കുറിച്ച് പറയാനുള്ളത്. മാത്രവുമല്ല, എല്ലാ വർഷവും മമ്പാട് കോളേജിൽ ആസ്പിരൻസ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്താനും കഴിയുന്നുണ്ട്. സംരംഭകരായ ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും അത് വിൽപ്പന നടത്താനും ഒക്കെ മമ്പാട് കോളേജിൽ എല്ലാ വർഷവും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഇങ്ങനൊരു പരിപാടികളും നടക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതല്ല വിഷയം, നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം. കാരണം ഞാൻ 85% ഭിന്നശേഷിക്കാരനായിരുന്നു ശരിക്കും, സത്യം പറയുകയാണെങ്കിൽ. അത് പിന്നെ ഡോക്ടറോടും ഈ മെഡിക്കൽ ബോർഡിനോടും പറഞ്ഞ് അവരെ സമ്മതത്തോടു കൂടി അവർ 10% എനിക്ക് കുറച്ച് തന്ന് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 75% ഭിന്നശേഷിയുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ 75% ഭിന്നശേഷിക്കാരനാണെന്ന്. എൻ്റെ തോന്നലുകളൊക്കെ ഞാൻ 100% ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ
അപ്പോൾ ഈ 75% അല്ല ബാക്കി 25% ശേഷി കൊണ്ട് 75% ഭിന്നശേഷിയെ മറികടക്കാം എന്നാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. പിന്നെ എന്നെ കുറിച്ച് ചെറുതായിട്ടൊരു കാര്യം കൂടി പറയാം. ഞാൻ ചെറുതായിട്ട് എഴുതുന്ന ഒരാളാണ്. വളരെ കുറഞ്ഞ ഒരു 6 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ശിഷ്യനാണ്. കുഞ്ഞുണ്ണി മാഷ് എൻ്റെ വീട്ടിലേക്ക് പലതവണ വന്നിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വീട്ടിലേക്ക് പലതവണ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫും കുടുംബവും 2 മക്കളും. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മോന് പഞ്ചാബിലാണ് പഠിക്കുന്നത്, ഇൻ്റഗ്രേറ്റ് BA B.Ed ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനത്തിലാണ് അവൻ പഠിക്കുന്നത്. രണ്ടാമത്തത് മോളാണ്. മോളിപ്പോൾ +2 കഴിഞ്ഞു. ബാംഗ്ലൂരിൽ ഫിസിയോതെറാപ്പി പഠിക്കാൻ വേണ്ടി അവിടെയാണ്, ബാംഗ്ലൂർ പെസ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഞാൻ ഇന്നിങ്ങനെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ് എങ്കിലും ഇപ്പോഴും ഞാൻ നമ്മുടെ സംരംഭവുമായി വളരെയധികം നല്ല നിലയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഡേ കെയറുകൾ നടത്താറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ കാര്യം കൂടി ആമുഖമായിട്ട് പറയാണ്, ഒരു ജോലി, സർക്കാർ ജോലി എന്നുള്ളത് എൻ്റെ ഒരു ഗോളായിരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഒരു ഭിന്നശേഷിക്കാർക്ക് ഈ സർക്കാർ ജോലികൾ കിട്ടിക്കൂടാ എന്നുള്ള ഒരു ചോദ്യം, അതിനുള്ള ആ ഒരു ശ്രമത്തിനിടയിൽ വളരെ വൈകിട്ടാണെങ്കിലും ഞാനത് നേടിയെടുത്തു. കാരണം ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ 400-ലേറെ ആളുകളുണ്ടായിരുന്നു. എന്നേക്കാൾ വലിയ വിദ്യാഭ്യാസവും നല്ല തടിമിടുക്കും ഒരു കുഴപ്പമില്ലാത്ത ആളുകൾക്കൊപ്പം തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഹാജരായത്. ആകെ 21 ഒഴിവുകളായിരുന്നു. പക്ഷേ 400-ലേറെ ആളുകൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടും 6ാമതായിട്ട് എനിക്ക് ജോലി കിട്ടി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ. ഇന്ന് ഞാൻ ചെറുതാണെങ്കിലും എൻ്റെ സർക്കാർ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരാളും കൂടെയാണ് എന്ന് കരുതി യൂണീക്ക് എന്നുള്ള ആ ഒരു സിസ്റ്റം മാറിയിട്ടില്ല. അതിൻ്റെ ഉൽപ്പന്നങ്ങളും പ്രൊഡക്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ തടസ്സങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ആ വർക്കൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പൊതുവേ നമ്മളെ ഭിന്നശേഷിക്കാർക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, വയ്യാത്ത കുട്ടി, വയ്യായിക, എല്ലായിടത്തും ചെന്നാലും ഒരു വയ്യായികയാണ്. ആ വയ്യായിക എന്ന് പറയുന്ന ആളിന് ചില കഴിവുകളുണ്ട് എന്ന് ആരും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ അത് നല്ലപോലെ പ്രതിഫലിച്ചത് കൊണ്ടാണ് ഇപ്പോഴും അത് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തേക്കൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലേക്ക് ആരെങ്കിലും പുറമെ നിന്ന് വരികയാണെങ്കിൽ ആദ്യം പറയുന്നത്, അവർ വഴി ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ആ വയ്യാത്ത കുട്ടീൻ്റെ വീട് എവിടെയാണ്? അങ്ങനെയാണ് അവർ അന്വേഷിക്കുക. പക്ഷെ ആ വയ്യാത്ത കുട്ടിൻ്റെ വീട് എന്ന് പറയുന്നതിൽ നിന്ന് റഷീദ് മമ്പാടിൻ്റെ വീട് എവിടെയെന്ന് ജനങ്ങൾ കാട്ടിക്കൊടുക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതിന് ഞാൻ മാത്രമല്ല കാരണക്കാരൻ, എൻ്റെ വൈഫുണ്ട് കൂടെ. അവളുടെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ട്. പിന്നെ 2 മക്കളും ഞാനും മത്സരിച്ച് പഠിക്കുകയാണ്. ഞാനെപ്പോഴും മക്കളോട് പറയും, നിങ്ങൾ എന്തായാലും എൻ്റെ ഒപ്പം എത്തുമല്ല, ഞാൻ നിങ്ങളെ മുകളിൽ കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മത്സരിച്ചൊരു പഠനം നടത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു അച്ചീവ്മെൻ്റ് എനിക്ക് നേടിയെടുക്കാനുണ്ട്. എൻ്റെ പേരിൻ്റെ മുന്നിൽ തന്നെ 2 സ്പെല്ലിങ്ങും കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡോക്ടർ റഷീദ് മമ്പാട്. അതിലേക്കാണ് ഞാൻ പോകുന്നത്. അത് കിട്ടുമോ എന്നൊക്കെ പഠിച്ചോൻ തീരുമാനിക്കച്ചോട്ടെ. പക്ഷേ ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. എല്ലാവരുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതിൽ വരാം. ഓക്കെ, താങ്ക് യു റഷീദ്. നമുക്ക് ശ്രീജ രാധാകൃഷ്ണനിലേക്ക് പോകാം. ശ്രീജ ഇന്നലെ നമ്മുടെ വേദിയിലുണ്ടായിരുന്നു. ഡിസബിലിറ്റി മേഖലയിൽ ധാരാളം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയും കൂടിയാണ്.
ശ്രീജ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ ആക്ടിവിസവും മറ്റു കാര്യങ്ങളൊക്കെ? നമസ്കാരം, ഞാൻ ശ്രീജകൃഷ്ണൻ, എല്ലാവർക്കും അറിയാം. ഞാൻ പാലക്കാട് നേറ്റീവാണ്. എൻ്റെ അച്ഛന് വളരെ ആഗ്രഹമാണ് ഞാൻ പഠിക്കണം അങ്ങനെന്ന്, ചെറുതെന്ന്. അതിൽ കുറേ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് പോളിയോ വന്നത് ഒരു മെഡിക്കൽ മിസ്റ്റേക്ക് കാരണമാണ് എനിക്ക് പോളിയോ വന്നത്. പിന്നെ അച്ഛന് അതിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഇത് ശരിയാക്കണം അങ്ങനെന്ന് പറഞ്ഞിട്ട് കുറേ പഠിക്കാൻ പറ്റാതെ ട്രീറ്റ്മെൻറ്റിന് തന്നെ എൻ്റെ കുറേ സ്കൂൾ പഠിക്കേണ്ട കാലഘട്ടത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പകുതി. പിന്നെ ഒരു ഘട്ടത്തിൽ എനിക്ക് പഠിക്കണം, കാരണം എൻ്റെ കസിൻ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ പഠിക്കുന്നില്ല അങ്ങനെ എന്നുള്ളതായിപ്പോയി. അപ്പോൾ എനിക്ക് പഠിക്കണം ഒരു ആഗ്രഹം അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അതിന് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയാലേ ശരിയാവുള്ളൂ. അതിനു മുമ്പ് ഞാൻ പഠിക്കണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോം ട്യൂഷൻസ് വയ്ക്കും, അത് ശരിയാവില്ല. സോ അച്ഛൻ കൊണ്ടുപോയി എന്നെ സ്കൂളിൽ ചേർത്തി. ഞാൻ 8th തൊട്ടതാണ് ഞാൻ ശരിക്കും സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. +2 വരെ പഠിച്ചു. ചെന്നൈയിലാണ് പഠിച്ചത്, ഹോളി ഏഞ്ചൽസിൽ. സ്കൂട്ടറിൽ കൊണ്ടുപോകും. എനിക്ക് അത് കഴിഞ്ഞിട്ട് എൻ്റെ +2 കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് എ ബിഗ് ചാലഞ്ച്. അവിടെ എനിക്ക് സേഫ്റ്റി ആയിട്ട് കോളേജ് പോകാൻ പറ്റുമോ അങ്ങനെ എന്നൊക്കെ പല ചോദ്യങ്ങൾ പലരും വേണ്ടാത്തത് ചോദിച്ചപ്പോൾ ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് എന്താ തോന്നിയത്, പാരൻസിന് മൂവ് ടു ദ നേറ്റീവ് പ്ലേസ് അങ്ങനെന്ന്. സോ അവർ നേറ്റീവ് പ്ലേസ് പാലക്കാടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദെൻ അവിടെ ഞാൻ ബികോം പഠിച്ചു. ബികോം കഴിഞ്ഞു. പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നി വൈ ഷുഡ്ന്റ് ഐ ടേക്ക് ട്യൂഷൻസ്. സോ നിയർലി 2019 വരെ ഞാൻ ട്യൂഷൻസ് എടുത്തു. ഇതിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ 10th നല്ല മാർക്കുണ്ടായിരുന്നു. എനിക്ക് സയൻസ് പഠിക്കണം എനിക്കെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സയൻസ് ഗ്രൂപ്പ് തന്നില്ല. ജസ്റ്റ് ബിക്കോസ് എനിക്ക് കെമിസ്ട്രി ലാബിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരേ കാരണം കൊണ്ട് ദേ ഡിഡ്ന്റ് ഗിവ് മീ ദ സയൻസ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ശരി കോമേഴ്സ് എടുത്തു. അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ല, പഠിച്ചു, നല്ല മാർക്കുണ്ട് +2ലും. ആൻഡ് ദെൻ കോളേജ് ബികോം പഠിച്ചു. ഇൻ ബിറ്റ്വീൻ വൈൽസ് ഡൂയിങ് ദ സ്കൂൾ ഞാൻ ഹിന്ദിയെ എനിക്ക് ലാംഗ്വേജ് ഇഷ്ടമാണ്. എല്ലാം ലാംഗ്വേജസ് ഭയങ്കര ഇഷ്ടമാണ്. ബുക്സ് വായിക്കാൻ കുറേ ഇഷ്ടമാണ്. സോ ഞാൻ ബുക്സ് നിറയെ പഠിക്കണ്ടായിരുന്നു. സ്കൂൾ പോകുമ്പോഴും അല്ലാതെയും അച്ഛൻ എനിക്ക് നിറയെ ബുക്സ് വാങ്ങിച്ചു തരും. എന്ത് ചോദിച്ചാലും. ഇപ്പോൾ ഞാൻ അതായത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ പോവുകയാണെങ്കിൽ, അതായത് ഞങ്ങൾ ബാംഗ്ലൂരിലൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകും. സോ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് ബുക്സ് വേണമെന്ന് ബുക്ക് സ്റ്റാളിൽ പോകും. ബുക്ക് സ്റ്റാളിൽ പോയി ബുക്സ് വാങ്ങിക്കും. ഇതൊക്കെ ആയിരുന്നു എനിക്കുള്ള ഓർമ്മകൾ. അത് ചമ്പക്കും ടിൻറ്റിനും അങ്ങനെയൊക്കെ കുറേ കോമിക്സ് നിറയെ വായിക്കും. അങ്ങനെ എനിക്ക് ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബുക്സും മോസ്റ്റ്ലി എനിക്ക് ബയോഗ്രഫീസ് കുറേ വായിച്ചു. അതാണ് എന്നെ ഇൻസ്പയർ ചെയ്തതും. വൈ നോട്ട് ദേ ക്യാൻ ഡു, വൈ ഡിസേബിൾഡ് കാൺ ഡു, നമ്മൾക്ക് മാത്രം എന്താണ് എല്ലാവരും പറയുന്ന പാവം അങ്ങനെയെന്നുള്ളൊരു വാക്ക് എനിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരും. പല നേരത്ത് മനസ്സിൻ്റെ ഉള്ളായിരിക്കും, പ്രകടിപ്പിക്കില്ല ഞാൻ. പാവം എന്ന് പറയുമ്പോൾ അത്
ഞാൻ പലതും പ്രകടിപ്പിച്ചിട്ടില്ല. എൻ്റെ ഇത് വന്ന് കുറേ ഞാൻ പ്രകടിപ്പിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇങ്ങനെ ഞാൻ ട്യൂഷൻ എടുക്കുമ്പോഴും സയൻസും ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് നമ്മൾക്ക് പഠിക്കാൻ പറ്റാത്തതും നമ്മൾ പഠിച്ചെടുത്ത് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഫീൽ വരാൻ തുടങ്ങി എനിക്ക് പഠിപ്പിക്കും തോറും. സോ വൈ കാൺട്ട് ഐ ടീച്ച് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അങ്ങനെ എന്നുള്ളൊരു ഫീൽ വന്ന് ഞാൻ തന്നെ സ്വയം എൻജിനീയറിംഗ് കാൽക്കുലസ് അങ്ങനെയുള്ള ഡിഫറൻസിയേഷൻ എല്ലാം സ്വയം പഠിച്ചെടുത്ത് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പഠിച്ചെടുത്ത് ഞാൻ എൻജിനീയറിംഗ് സ്റ്റുഡൻസിന് പോലും പഠിപ്പിച്ചിട്ടുണ്ട്. അവർ പാസ്സായിട്ടുണ്ട്. ആൻഡ് സ്റ്റിൽ അവർ വന്ന് ജോലിയിലുമാണ്. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ പോലും എൻ്റെ സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട്, ഞാൻ ഫ്രണ്ടായിട്ടാണ് അവരെ കാണുക. ഇന്നലെ വിളിച്ചിട്ട് ചേച്ചി എന്നെ എല്ലാവരും ചേച്ചി എന്നാണ് വിളിക്കുക. സ്റ്റുഡൻസ് മാം എന്ന് വിളിക്കുന്നത് വളരെ റയറാണ്. അപ്പോൾ ചേച്ചി ഇന്നലെ വിളിച്ച് പറയാണ്, എനിക്ക് ഫോറിനിൽ മെഡിക്കലിൻ്റെ എക്സാം പാസ്സായി, ഞാൻ ക്ലിയർ ചെയ്തു അങ്ങനെയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു സന്തോഷം അറിയിക്കാണ്ട് ഞാൻ KDF വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇന്നലെ രാത്രി നടന്നു. ഇങ്ങനെ ഇപ്പോൾ 2019 പക്ഷെ ഞാൻ ഒരു ഡെസിഷൻ എടുത്തു, മൂവ് ഫ്രം കേരള ടു കോയമ്പത്തൂർ. സോ അങ്ങനെ എന്തോ വെച്ചാൽ ഡാഡിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. സോ ഡാഡിയുടെ ട്രീറ്റ്മെൻറ്റ് അത് ഞങ്ങൾ ഇരുന്നത് ഒരു തരം പക്ക റൂറൽ ഏരിയ ആണ്. സോ ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ട് ലെറ്റ്സ് മൂവ് ടു കോയമ്പത്തൂർ. അങ്ങനെ കോയമ്പത്തൂർ വന്നു. കോയമ്പത്തൂരിൽ വന്ന ശേഷം ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയംസ്. അതിന് മുമ്പേ ഞാൻ പോയംസ് എഴുതിയിട്ടുണ്ട്, മലയാളം പോയംസാണ്. ഒരു കാര്യം പറയാണ്ട്, ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, അതേപോലെ തമിഴും പഠിച്ചിട്ടില്ല. തമിഴ് അമ്മ പഠിപ്പിച്ചതും ലെറ്റേഴ്സ് മാത്രം. അതേപോലെ അച്ഛൻ എനിക്ക് മലയാളം ലെറ്റേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ഓൾ എഫേർട്ട് ഇട്ടു ഞാൻ എൻ്റെ എനിക്ക് ന്യൂസ് പേപ്പേഴ്സും മാഗസിൻസും ആണ് ഈ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു മാർഗമായിരുന്നത്. ടീച്ചേഴ്സ് നെവർ ടോട്ട് മീ. നമ്മളെ സ്വയം പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു മനസ്സിൽ എല്ലാം പഠിച്ചിട്ടല്ലല്ലോ എല്ലാവരും വന്നിരിക്കുന്നത്. സ്റ്റാർട്ടിങ് എങ്ങനെയാണ് സ്കൂൾസ് ഉണ്ടായിരുന്നോന്നൊക്കെ ഇല്ലല്ലോ ഇതിൻ്റെയൊക്കെ തുടക്കം, ഓറിജിനൊക്കെ നോക്കുമ്പോൾ. സോ നമ്മൾ പഠിക്കാം, നമ്മളെ സ്വയം എഫേർട്ട് ഇടാം അങ്ങനെ എന്നുള്ള ഒരു ഞാൻ എന്നെ തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ ഷുഡ് റൈറ്റ് എന്ന്. സോ 2017 വെറുതെ ഞാൻ കുത്തിക്കുറുക്കും, നിറയെ എഴുതും, പേപ്പേഴ്സിൽ എഴുതും, അവിടെ വയ്ക്കും. ഒന്നും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. സോ ഞാനിങ്ങനെ ട്യൂഷനിൽ അറിയാതെ ഞാൻ കുത്തിക്കുറിക്കും. മംഗ്ലീഷിലാണ് എഴുതിയത്. ഇറ്റ് ഈസ് ലൈക്ക് മലയാളം ഇംഗ്ലീഷിൽ പോയം എഴുതി. ആ എഴുതിയ പോയം കുട്ടികളുടെ കയ്യിൽ പെട്ടു, ട്യൂഷൻ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ പെട്ടിട്ട് അവർ അത് കണ്ടിട്ട് എന്താ എഴുതിയിരിക്കുന്നത്, ഇത് പോയം പോലെ ഉണ്ടല്ലോ, കവിത പോലെ ഉണ്ടല്ലോ അങ്ങനെയെന്ന് ചോദിച്ചു. അതെ, വെറുതെ കുത്തി കുറിക്കിയതാന്ന് പറഞ്ഞു. പക്ഷെ അത് വായിച്ചിട്ട് ഇറ്റ്സ് ഫാൻറ്റാസ്റ്റിക് അങ്ങനെ പറഞ്ഞ് അവർ മലയാളത്തിൽ ഞങ്ങൾ ഉടനെ തന്നെ അവർ 4 ആളുണ്ടായിരുന്നു, 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ഉടനെ തന്നെ അവരിരുന്ന് എഴുതി അതിനെ മലയാളത്തിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടുണ്ട്. അവർ വായിച്ചു നോക്കി, അത് ഒരു റിതമിക്കായിട്ടുണ്ട്. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല കേട്ടോ, സോറി. അപ്പോൾ ഞാൻ വെറുതെ എഴുതിയതാണെന്ന് ഇല്ല, റിതമിക്കായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ദാറ്റ് വാസ് ദ ഫസ്റ്റ്. ആൻഡ് December 31, 2017 ഇറ്റ് ഗോട്ട് പബ്ലിഷ്ഡ്. ന്യൂ ഇയറിലാണ് അത് പബ്ലിഷ് ആയത്. സോ അത് അവിടെ നിന്നാണ് എനിക്കൊരു തുടക്കം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ധൈര്യം വരാൻ തുടങ്ങി. 2018 ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതി ഏകതത്വ പറഞ്ഞ ഒരു മാഗസിനിലാണ് എഴുതിയത്. സോ അത് വായിച്ചിട്ട് ചിലവരൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി, നന്നായിട്ടുണ്ട് കവിത, ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ടുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ ഞാൻ വലിയ മാഗസിൻസിനൊന്നും കൊടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എഴുതാം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു കവിത എഴുതിയപ്പോൾ
കൊല്ലത്ത് മുരളീധരൻ സർ, ഹീസ് കുഞ്ഞുണ്ണി മാഷിൻ്റെ ശിഷ്യനാണ്. എന്നെ കാണാൻ വന്നു, ആ കവിത വായിച്ചിട്ട് കാണാൻ വന്നു. നന്നായിട്ട് ഭംഗിയിൽ എഴുതിയിട്ടുണ്ടല്ലോ അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് കേൾക്കുമ്പോൾ കൂടുതൽ ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2019 ഞാൻ കോയമ്പത്തൂർ മൂവ് ചെയ്തു എന്ന്. ഐ എം മച്ച് മോർ, എനിക്ക് ഇത് കേട്ട് അറിയുന്ന ലാംഗ്വേജ് ആയതുകൊണ്ട് മോർ കോൺഫിഡൻറ്റ്. മലയാളത്തിനെക്കാട്ടിലും ഐ എം മോർ കോൺഫിഡൻറ്റ് ഇൻ തമിഴ്. സോ തമിഴ് വന്നിട്ട് ഞാൻ എഴുതി, തമിഴ് ഫേസ്ബുക്കിൽ എഴുതി. അത് കണ്ടിട്ട് ചില കവിതകൾ കണ്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ലേഡി എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഒരു ആന്തോളജിക്ക് ആണ്ടാൾ പ്രിയദർശിനി അങ്ങനെ പറഞ്ഞ്, അവർ റൈറ്ററാണ്. അവരുടെ ബുക്കിലേക്ക് എനിക്ക് പോയം തരണം പറഞ്ഞിട്ട്. ആൻഡ് അതിൽ പബ്ലിഷായി. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് വന്നത് അഗെയിൻ ഈരോട് തമിഴൻപൻ. ഹീസ് എ ഫേമസ് പേഴ്സൺ. തമിഴ് ന്യൂസ് റീഡറാണ്. നമുക്ക് അങ്ങനെ അറിയുള്ളൂ, തമിഴ് ന്യൂസ് റീഡറായിട്ട്. ബട്ട് ഹീ ഈസ് എ റൈറ്റർ, പോയറ്റ്. നിയർലി 92 ബുക്സാണ് ഹീ ഹാസ് പബ്ലിഷ്ഡ്. ഹീസ് എ സാഹിത്യ അക്കാഡമി വിന്നർ. അങ്ങനെ അവരും എന്നെ അപ്രോച്ച് ചെയ്തു, യു കണ്ടിന്യൂ ടു റൈറ്റ് അങ്ങനെ പറഞ്ഞിട്ട്. അഗൻ സാറാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. ആൻഡ് ഹീ റിയലി എൻകറേജ്ഡ് മീ. അവിടെ നിന്ന് വൈ കാണ്ട് യു ട്രാൻസ്ലേറ്റ് മൈ ബുക്ക് അങ്ങനെ പറഞ്ഞു സാർ എന്നെ ചോദിച്ചു. സോ ഞാൻ ഓക്കെ, സാർ എന്നെ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്തിട്ട്. കാരണം ബേസിക്കായിട്ട് ഞാൻ തമിഴ് പഠിച്ചിട്ടുമില്ല, മലയാളം പഠിച്ചിട്ടുമില്ല. വൈ കാണ്ട് യു ട്രാൻസ്ലേറ്റ്, യു ക്യാൻ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ് സാറ്. ഞാൻ എന്താ വെച്ചാൽ അവരുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ എഴുതും. രാവിലെ എഴുതും, എന്തെങ്കിലും തോന്നിയത് എഴുതും, രാവിലെ അത് പോസ്റ്റ് ചെയ്യും. ഇതായിരുന്നു എൻ്റെ തുടക്കത്തിൽ. ഡെയിലി എഴുതും, എന്തെങ്കിലും എഴുതും. ഒരു 4 വരിയെങ്കിലും എഴുതിയിരിക്കും. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറയും. സോ വാക്കുകൾ കൊണ്ട് കളിച്ച് കുറച്ച് അതാണ് പറയേണ്ടത്. സോ അത് അങ്ങനെ ഞാൻ തമിഴൻപൻ സാറിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ സംസാരിക്കുക ചെയ്തു. അവരുടെ വാരമലർ യൂട്യൂബിലൊക്കെ ഉണ്ട്. എല്ലാ ആഴ്ചയും എല്ലാ സാറ്റർഡേയും ഐ യൂസ് ടു മലയാള പോയംസ് ട്രാൻസ്ലേറ്റ് ചെയ്തതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് മലയാളം പോയംസിനെ പറ്റിയിട്ട് തമിഴ് അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. സോ ഐ കെയിം ഇൻ കോൺടാക്ട് വിത്ത് രഘുറാം സാർ. അങ്ങനെ രഘുറാം സാറും എന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഗൈഡ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെ ഇരിക്കെ എനിക്ക് സീനു രാമസ്വാമി സാറിൻ്റെ കോൺടാക്ട് കിട്ടി. ഹീസ് ഡയറക്ടർ, തമിഴ് ഡയറക്ടർ. സോ വൈ കാണ്ട് യു അതിനു മുമ്പ് എനിക്കൊരു എൻ്റെ ഫ്രണ്ട് ദിനേശ്, ഹീ സെൻറ്റ് മീ സീനു രാമസ്വാമി സാറിൻ്റെ ബുക്ക് ഒന്ന് വെറുതെ അയച്ചു കൊടുത്തു. വായിക്കൂ, നിങ്ങൾക്ക് കവിതകളൊക്കെ ഇഷ്ടമല്ലേ, നിങ്ങൾ വായിക്കൂ അങ്ങനെ പറഞ്ഞ് എനിക്ക് അയച്ചു കൊടുത്തു. സോ അങ്ങനെ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് പോയം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തായവൾ അങ്ങനെ പറഞ്ഞിട്ട്, അമ്മയാണവൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കവിത. സോ ഞാനത് വായിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാനത് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തു. ആൻഡ് ഇറ്റ് ഗോട്ട് പബ്ലിഷായി. സീനു രാമസ്വാമി സാറിന് അത് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. വൈ കാണ്ട് യു ട്രാൻസ്ലേറ്റ് മൈ ബുക്ക് അങ്ങനെ പറഞ്ഞിട്ട് മാസീൻ കൽസന്തുകൾ അത് ഇപ്പോൾ പബ്ലിഷ് ആവാൻ പോവാണ്. സോ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ രാമരജനി അവരുടെ അങ്ങനെ രാമരജനി പെത്തുരാജ അവരുടെ ഒരു ചിൽഡ്രൻസ് നോവൽ അത് തമിഴിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകതത്വം ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ബുക്കും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ട്രാൻസ്ലേറ്റഡ് ബുക്സ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വേൾഡ് റെക്കോർഡ് ഇവൻറ്റിലും കൂടി ഞാൻ പങ്കെടുത്തു. അതെന്താ വെച്ചാൽ 130 തിരുക്കുറളാണ്. അത് 133 മിനിറ്റ്സിൽ ഒരു അധികാരം, അതിൽ 10 കുറളുണ്ടാവും. ആ 10 കുറളിനും നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ട്, ആ കുറളിന് റിലേറ്റഡ് ആയിട്ട് 1 പേജ് സ്റ്റോറി എഴുതണം.
സോ ദാറ്റ് ഷുഡ് ബി ഡൺ വിതിൻ 133 മിനിറ്റ്സ്. അത് ഗൂഗിൾ ഇവൻ്റായിട്ട് നടന്ന് അത് ഇന്ത്യൻ റെക്കോർഡ് ഇവൻ്റായി മാറി. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കെ എനിക്ക് ഐ കെയിം ഇൻ കോണ്ടാക്ട് വിത്ത് ദുരൈ സർ, മൈ ഫ്രണ്ട്. ഹീ വൈ കാണ്ട് യു റൈറ്റ് അങ്ങനെന്ന്, ദറ്റ് ഈസ് ജേർണലിസ്റ്റായിട്ട് എഴുതാൻ സാധിക്കില്ലേ അങ്ങനെന്ന് കോണ്ടൻറ് റൈറ്റിംഗ് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഫസ്റ്റ് എൻ്റെ കോണ്ടൻറ് റൈറ്റിംഗ് ആയിട്ട് ഞാൻ എഴുതിയത് മാരിക്കോ കമ്പനിയുടെ ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ഇറ്റ് ഗോട്ട് അപ്രിഷിയേറ്റഡ് ബൈ മെനി പീപ്പിൾ ദാറ്റ് ഹീ വിൽ സേ എനിക്ക് ഇങ്ങനെ. സോ if I continue this, I will be the first disabled journalist in Kerala. അങ്ങനെ എന്നാണ് എനിക്ക് ഫീൽ തുടങ്ങിയത്. സോ വൈ കാണ്ട് ഐ കണ്ടിന്യൂ ദിസ് വൺ അങ്ങനെ എനിക്ക് തോന്നിയിട്ട് I started contacting him daily to asking him what should I write next as എന്ത് ഐറ്റം എഴുതണം, ആർട്ടിക്കിൾ എഴുതണം അങ്ങനെ ചോദിച്ച് ഞാൻ മുനൈവ് എന്നുള്ള വെബ്സൈറ്റ് ബിസിനസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി മെയിൻ ഫോർ ഓൺടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാഗസിനാണ്. ആ വെബ്സൈറ്റിലേക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൗ ഇപ്പോൾ ആൻഡ് മോർ ഓവർ വി ഹാവ് സം പ്ലാൻസ് കേരളയിൽ ഓൺടർപ്രണർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ, ദാറ്റ് മെയിൻലി ഫോർ ഡിസേബിൾഡ് പീപ്പിളിന് ഞങ്ങൾ ചെയ്യണം. അത് ഒരു നല്ലൊരു ഓർഗനൈസേഷൻ കൊണ്ടുവരണം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്ലാനിൽ പ്രപ്പോസൽസൊക്കെ KSUM കൊടുത്തിട്ടുണ്ട്. KSUM ഞങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ ഡിസേബിൾഡ് പീപ്പിളിന് വിമന് ഓൺടർപ്രണർഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ സ്കീംസ് KSUM വെച്ചിട്ടുണ്ട്. ബട്ട് നോട്ട് ഫോർ ഡിസേബിൾഡ് പീപ്പിൾ. അത് ഗവൺമെൻറ് ആൻഡ് KSUM they should bring some schemes which will help the disabled people ne entrepreneurs ആയി മാറ്റാൻ ഒരു സംരംഭങ്ങൾ തുടങ്ങാൻ. കാരണം കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ സാധാരണ ആൾക്കാർ ഈസി ആയിട്ട് എന്തോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു ലൈവ്ലിഹുഡേ ഇല്ലാത്ത ഒരാൾ ശരി എനിക്ക് ഒരു സ്കില്ലുണ്ട്, ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് ഞാൻ എന്തെങ്കിലും ആയിത്തീരണം ഈ സൊസൈറ്റിയിൽ, എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, ആരെയും ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്ന് ഇരിക്കണമെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എപ്പോഴും എല്ലാവരും പഠിച്ച് ഗവൺമെൻറ് ജോബിലൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ജോബ്സിൽ. ഡാഡി എന്നെ ബാങ്ക് എക്സാം എഴുതാനൊക്കെ കൊണ്ടുപോകും. ബട്ട് നമുക്ക് വന്നിട്ട് എവറിബഡി വിൽ നോട്ട് ദേ ഗെറ്റ് സക്സസ്ഫുൾ. ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് അവർക്ക് കിട്ടിയാലും അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. KSEBയിൽ ജോലി കിട്ടിയതാ. ബട്ട് നമ്മുടെ ടോപ്പോഗ്രഫി അറിയാമല്ലോ, പാലക്കാട് സ്ഥലങ്ങളിലൊക്കെ റോഡൊക്കെ എങ്ങനെ മോശമായിരിക്കുമെന്ന്. ട്രാവൽ പറയണത് ഭയങ്കര കഷ്ടമായിട്ടുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ KSEBയിലും LICയിലും എനിക്ക് ജോലി കിട്ടിയിട്ടും ഞാൻ വേണ്ടാന്ന് വെച്ചതും അതൊരു മെയിൻ കാരണമാണ്. ഞാൻ എങ്ങനെ പോകും, എൻ്റെ കമ്മ്യൂട്ടേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കൊരു വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലിരുന്ന് വൈ കാണ്ട് ഐ ബി സ്റ്റാർട്ട് ട്യൂഷൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തുമ്പോഴും എല്ലാവരും അതും ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ ഞാൻ മറികടന്നിട്ടുണ്ട്. ഈവൻ ആര് പറഞ്ഞാലും അത് ചെവിയിൽ വാങ്ങേയില്ല. എന്ത് പറഞ്ഞാലും ശരി, എന്തോ പറഞ്ഞോ അങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ ഒരു മട്ടിലായിരുന്നു ഞാൻ ഇരിക്കുക അങ്ങനെയെന്നുള്ള. അപ്പോൾ ആ ഒരു ഇതാണ് എന്നെ ആ ഒരു എന്താ പറയുക സ്പിരിറ്റാണ് എന്നെ ഈ ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഞാൻ ഇവിടേക്ക് ട്രാവൽ ചെയ്ത് വന്നത് ഒരു മെയിൻ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. എന്താ അതെന്ന് ചോദിച്ചാൽ KSUM മാത്രമല്ല എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട്. ഡിസേബിൾഡ് പീപ്പിൾ ഓൺടർപ്രണേഴ്സായി മാറണം. അവർ വന്നിട്ട് ദേ ഷുഡ് ബി എപ്പോഴും എന്താ പറയുക, നമ്മൾ കുറേ ആനുകൂല്യങ്ങളെ മേടിക്കുന്ന ആൾക്കാരായിട്ട് ഇരിക്കാൻ പാടില്ല.
നമ്മൾ ചിലവർക്ക് പറ്റാത്ത ആൾക്കാർക്ക് നമ്മളും ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുവരണം അവരെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ സ്പിരിറ്റ് വേണം നമുക്ക്. എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെയുള്ളൊരു സ്പിരിറ്റ് മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ഓൺട്രപ്രണർ ആവണം. ആ ഓൺട്രപ്രണർ ആവാൻ എല്ലാവർക്കും ധൈര്യം വരില്ല. സോ ഓൺട്രപ്രണർഷിപ്പ് അവർക്ക് നിങ്ങളും ഓൺട്രപ്രണർ ആവാം അങ്ങനെന്നുള്ള ഒരു ധൈര്യത്തിനെ ഉണ്ടാക്കാൻ ഒരു ഓർഗനൈസേഷൻ, അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. യു ടു ക്യാൻ ബി ആൻ ഓൺട്രപ്രണർ അങ്ങനെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇപ്പം ഈ വേദിയിൽ വന്ന് സംസാരിക്കാൻ മെയിനായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. ശരി, നമ്മൾ ഓൺട്രപ്രണർ ആവണം. ഇതൊക്കെ സ്കീംസ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് തന്നെ നമ്മൾ പോകണം, അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ്റിലും ഡിസേബിൾഡ് പീപ്പിൾ ഉണ്ടാകുന്നാൽ മാത്രമേ ഈ സ്കീംസൊക്കെ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതർവൈസ് നമുക്ക് പറയാം കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട് ഡെവലപ്പ് ചെയ്യാനെന്നൊക്കെ, പക്ഷേ ഈ സ്കീംസൊക്കെ കൊണ്ടുവരണമെങ്കിൽ ലോക്കൽ ബോഡിയിലും ഡിസേബിൾഡ് പീപ്പിൾ വന്നേ തീരൂ. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. തമിഴ്നാട് ഗവൺമെൻറ് CM സാറിൻ്റെ സ്റ്റാലിൻ സാറിൻ്റെ ഇതിൽ 14,000 പീപ്പിൾ December 3 മൂവ്മെൻറ്റിലൂടെയാണ് co-founder എൻ്റെ അടുത്തുണ്ട്. അവരാണ് ഇത് കൊണ്ടുവന്നത്. 14,000 പീപ്പിൾ നോമിനേറ്റഡ്, അവരെ ലോക്കൽ ബോഡീസിൽ നോമിനേറ്റ് ചെയ്ത് അവർ ഒരു പോസ്റ്റ്, നോമിനേറ്റഡ് പോസ്റ്റ് വിത്തൗട്ട് എലക്ഷൻ അവർക്ക് അവിടെ ലോക്കൽ ബോഡിയിൽ പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും അങ്ങനെ അതുണ്ടായിരുന്ന ഡിസേബിൾഡ് പീപ്പിളിനെ അവർക്ക് വേഗം ഈസി ആയിട്ട് കണ്ടെത്തി എന്തൊക്കെ സ്കീംസ് ഉണ്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു സ്കീം നമ്മുടെ കേരളവും കൊണ്ടുവരണം എന്നുള്ള ആ ഒരു കാര്യവും ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വേദിയിലേക്ക് വന്നത്. 2 കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. If this comes into a reality, I'll be very happy. Thank you. അണ്ണാദുരൈ സാറാണ് നമ്മളോട് അടുത്തത് സംഭാഷണം നടത്തുന്നത്. സർ, ഹൗ ഡു യു തിങ്ക് entrepreneurship can be made more accessible for persons with disabilities? பிரியப்பட்ட சகாக்களே, அன்பு நண்பர்களே, நான் தமிழில் சொல்கிறேன், அவங்க மலையாளத்தில் சொல்லுவாங்க. என்ன அப்படின்னா, அதுக்கு முன்னாடி நான் எப்படி இது வந்தேன்னு சொல்லிடுறேன், ஷார்ட்டாக சொல்லிடுறேன். நாட்லாம் என்ன அப்படின்னா, நான் வந்து ஜேர்னலிசம் வரத்துக்கு முன்னாடி எனக்கு டிசேபிலிட்டி பற்றி ஒரு பெரிய நாலேஜே கிடையாது. நான் வந்து சின்ன வயசில் டிசேபிள்டு பீப்புளை வந்து நான் புள்ளி பண்ணியிருக்கேன், நடந்து காமிச்சிருக்கேன், கண்ணை அது மாதிரி வச்சு காமிச்சிருக்கேன், பேசி காமிச்சிருக்கேன், அவ்வளோ புள்ளி பண்ணியிருக்கேன். எனக்கு அதை பற்றி ஷேம் இருக்குது, எனக்கு அதை பற்றி கில்ட் இருக்குது. ദുരേരസ് പറയണത് എന്താണെന്ന് വെച്ചാൽ, ജേർണലിസം പഠിക്കുന്ന മുമ്പ് ഡിസബിലിറ്റി പറഞ്ഞതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള തീരെ ആ നോളജ് ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. സോ ഈ ജേർണലിസം പഠിച്ചു കഴിഞ്ഞാൽ അവർ പീപ്പിളോട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് എത്ര ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ഡിസേബിൾഡ് പീപ്പിൾ അവരെത്ര നിഷേധിക്കപ്പെടുന്നു സൊസൈറ്റിയിൽ എന്നുള്ളത് அவருக்கு மனசிலாகான் தொடங்கி. ஒரு 20-30 வருஷத்துக்கு முன்னாடி பார்த்தீங்கன்னா தமிழ் ஃபிலிமில் பார்த்தீங்கன்னா டிசேபிள்டு பீப்புளை ரொம்ப புள்ளி பண்ணி காமெடி சீன்ஸ் இருக்கும். மலையாளத்தில் இருக்குது, தமிழில் ரொம்ப இருக்கும். அதனால் நாங்கள் ரொம்ப என்ஜாய் பண்ணி பார்த்துருக்கோம். பட் அவங்களோட பெயின் எங்களுக்கு தெரியவே தெரியாது. മുമ്പ് 20-30 വർഷത്തിന് മുമ്പ് തമിഴ് ഫിലിമിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, കളിയാക്കിയിട്ട് പറയും ഡിസേബിൾഡ് പീപ്പിൾ, കാത് കേൾക്കാത്തവരെയൊക്കെ ഭയങ്കര കളിയാക്കിയിട്ട് നമ്മളത് അങ്ങനത്തെ ഒരു കോമഡീസൊക്കെ സീൻസൊക്കെ ഇപ്പോഴും റീൽസിലൊക്കെ വരുന്നുണ്ട്. ആ സീൻസൊക്കെ വെച്ചിട്ട് ഭയങ്കര കളിയാക്കിയിട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഉണ്ടാക്കുന്ന പെയിൻ
അത് ആരും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതൊക്കെ ഒരു എൻജോയ് ചെയ്ത ഒരു ഇതിലാണ് ഇരുന്നത്. கடந்த 20 வருஷங்களாக தான் தமிழ் சினிமாவில் டிசபிலிட்டி பற்றின பார்வை மாறி இருக்கு. ഈ 20 വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കാണുന്നത് അത് ആ പെർസ്പെക്റ്റീവേ മാറി അവർക്ക്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെയൊന്നും കളിയാക്കാറില്ല, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല ഫിലിംസിലൊക്കെ. நான் ஏன் சொல்கிறேன் அப்படின்னா, சினிமா தான் நம்ம வாழ்க்கையை பிரதிபலிக்குது, கலையும் இலக்கியம் தான் நம்ம வாழ்க்கையை பிரதிபலிக்குங்கிறதுனால நம்ம எப்படி இருக்கோம் அப்படிங்கிறத கலை இலக்கியம் பிரதிபலிக்குது. அதே மாதிரி அதை பார்த்து நம்மளை மாற்றிக்கிறோம். அதனால் இது ரெண்டும் இன்டர் கனெக்டட். அதனால நான் சொல்ல വന്നേ. ഫിലിംസ് പറയണത് ഭയങ്കര റിഫ്ലക്റ്റ് ചെയ്യും സൊസൈറ്റി, നമ്മളുടെ ഡെയിലി ലൈഫിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നാണ് അത്. നമ്മളെ വളരെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത് അദ്ദേഹം. இப்படி இருக்கிறப்ப எனக்கு ஒரு ஐ ஓப்பனர் ஒன்று கிடச்சிது. என்னன்னு கேட்டிங்கன்னா, எனக்கு மதுரையில் ஒரு ஃப்ரெண்டு ஒருத்தர் இருந்தார், கௌரி சங்கர்னு சொல்லிட்டு. அவர் டிசேபிள்டு, அவருக்கு கால் நடக்க முடியாது, நல்லா ஓவர் வெயிட்டாக இருப்பார். அவர் எப்படிப்பட்ட கேரக்டர்னு கேட்டிங்கன்னா, ஒருத்தர் அறிமுகப்படுத்தி வச்சோன்னு வச்சுக்கோங்களேன், உடனே நான் இவருக்கு ஏதாச்சும் ஹெல்ப் பண்ண முடியுமா அப்படின்னு கேட்பார். ஏதாவது ஒரு ஹெல்ப் பண்ணால் ட்ரை பண்ணுவார். அப்படி ஒரு கேரக்டர். அந்த மாதிரி ஒரு ஆள் நான் பார்த்ததே கிடையாது. நான் ஃபஸ்ட்டு என்னோடய கம்ப்யூட்டரை அவர் எனக்கு அசம்பிள் பண்ணி கொடுத்தார். அவர் அதுக்குன்னு தனியாக படிக்கலை, ஆனால் அவர் ഫുള്ളാக പിരിച്ച് മേയ്വാർ. അദ്ദേഹത്തിന് ഒരു ഫ്രണ്ട് ഉണ്ട്, ഗൗരി ശങ്കർ. ഹീസ് എ ഡിസേബിൾഡ് പേഴ്സൺ. അപ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഭയങ്കര അസംബിൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരാളെ കണ്ടു വെച്ചാൽ ഉടനെ അവരെങ്ങനെ സഹായിക്കാം, ഏത് രീതിയിൽ അവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കാം എന്നാണ് ആദ്യം അദ്ദേഹം ചിന്തിക്കുന്നത്. அவர் எங்கள் வீட்டுக்கு அந்த கம்ப்யூட்டர் அசம்பிள் பண்ண வரப்போ பார்த்தீங்கன்னா, எங்கள் வீடு 2வது மாடியில் இருந்துச்சு, 2nd ஃப்ளோரில் இருந்துச்சு. அதனால் அவர் தவந்து மேல் வருவார். பார்க்க ரொம்ப கஷ்டமாக இருக்குது. என் ஒய்ஃபை அழுதுட்டாங்க. அப்போ தான் நான் யோசிச்சு பார்த்தேன், நம்ம இவங்களை எவ்வளோ கிண்டல் பண்ணியிருக்கோம், எவ்வளோ கஷ்டப்பட்டு வர்றாங்க, இங்கேருந்து இங்கே நடக்கிறதுக்கு, அங்கேருந்து அங்கே இறங்குறதுக்கு அவங்க எவ்வளோ கஷ்டப்படுறாங்க, நம்ம எவ்வளோ ஈஸியாக அவங்களெல்லாம் யோசிச்சிட்டோம் அப்படின்னு நான் நினச்சேன். நான் மெல்ல அவரை பார்க்க பிறகு தான் எனக்கு சிம்பத்தி விட்டுருங்க, எம்பத்தி வர ஆரம்பிச்சு. அவங்க இடத்துல நம்மளை எப்படி வச்சு பார்க்கறது அப்படிங்கிற அந்த பார்வை எனக்கு அப்போ வந்துச்சு. സോ അദ്ദേഹം അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുമ്പോൾ മുകളിലേക്ക് കയറി വരണം, സ്റ്റെപ്സ് കയറി വരണം. സോ അദ്ദേഹം നടക്കാൻ പറ്റില്ല, നിറങ്ങിയിട്ടാണ് കയറി വരിക. അപ്പോൾ അത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് കരഞ്ഞുപോയി ഒരു പ്രാവശ്യം. അതേപോലെ ഇവരുടെ ഒരു ചിന്തയും മാറാൻ തുടങ്ങി. എത്ര പെയിൻ ഉണ്ടാവും, ഇവരെയൊക്കെ കളിയാക്കിയിട്ട് സിനിമയിൽ ഇങ്ങനെ ഒരു ജോക്ക് പോലെയൊക്കെ കാഴ്ചപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഇത് തെറ്റാണ് എന്നുള്ളത് അപ്പോഴാണ് തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായത്. இதுக்கிடையில் என்னாச்சுன்னு கேட்டிங்கன்னா, கொஞ்ச நாள் கழித்து அவர் ஹார்ட் அட்டாக்கில் இறந்துடுறாரு. പിന്നെ അദ്ദേഹം മരിച്ചു. அப்போ நான் அப்படி அழுதேன். என் வாழ்க்கையில் நான் அப்படி அழுத நாட்களே கிடையாது. அதாவது வாழ்நாள் முழுக்க பிறரை பற்றியே மட்டும் நினைத்த ஒரு மனிதன் இறக்கிற பொழுது அதுதான் ரொம்ப கஷ்டமான ஒரு வேதனையான ஒரு இதுவாக இருக்கும். நான் அதுக்கு பிறகு எப்போ அழுதேன் அப்படின்னா, இப்போது ஒரு நாள் முழுக்க அழுதேன்னா, இப்போ விஎஸ் இறந்த அன்னைக்கு தான் நான் அழுதேன். സോ അദ്ദേഹം മരിച്ചു ഹാർട്ട് അറ്റാക്കിൽ. ഇപ്പോൾ അദ്ദേഹം അതായത് മറ്റുള്ളവർക്ക് സഹായിക്കണം, ഒരു പരോപകാരി. മരിക്കുമ്പോൾ അദ്ദേഹം അത്ര കരഞ്ഞു എന്ന് പറയണത് തനിക്ക് ഇപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്ന എങ്ങനെ ഒരു വലിയൊരു പരോപകാരം അദ്ദേഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ എത്ര ആൾക്കാർക്ക് ഉപയോഗമായിരിക്കും, അങ്ങനെയെന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളത്. அதுக்கு பிறகு தான் நான் யோசிச்சு பார்த்தேன், நம்ம ஏன் இவங்களுக்காக பேசக்கூடாது. நான் மெல்ல சென்னைக்கு ஷிஃப்ட் ஆகிட்டேன். ஷிஃப்ட் ஆன பிறகு நகரம் என்னுடைய வாழ்க்கையை பார்வையை மாற்றுது. எப்பொழுதுமே நகரத்துக்கு கிராமத்துலேருந்து நகரத்துக்கு போகிறப்போ வாழ்க்கையை பார்க்குற பெர்ஸ்பெக்டிவ் കട്ടായം உங்களுக்கு മാറും. ചെന്നൈക്ക് വേറെ എവിടെയോ ആയിരുന്നു താമസിച്ചത്. അതായത് സിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള എഫേർട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന എന്താ ചെയ്യേണ്ടത്, ഒരു വലിയൊരു സ്കീം കൊണ്ടുവരണമെങ്കിലും അത് എഫക്റ്റീവായി കൊണ്ടുവരണമെങ്കിൽ സിറ്റിയിലേക്ക് മാറണം.
മാറിയാലേ അതൊക്കെ കൊണ്ട് എഫക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഹീ ഷിഫ്റ്റഡ് ടു ചെന്നൈ. അങ്ങനെ நீங்கள் நகரத்துக்கு மறப்ப உங்கள் வாழ்க்கை பற்றிய பார்வை மாறும். അപ്പോൾ സിറ്റിയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ കാഴ്ചപ്പാട്, ജീവിതം നയിക്കുന്നതിൻ്റെ കാഴ്ചപ്പാടും മാറുന്നുണ്ട്. நான் ஊரில் இருந்தப்போ எனக்கு ஜாதி இருந்துச்சு, மதம் இருந்தது, கலர் இருந்துச்சு, எல்லாமே இருந்துச்சு. நகரத்துக்கு போகிறப்ப அது எதுவுமே கிடையாது. நீங்கள் சென்னைக்கு போயிருக்கலாம், நிறைய பேர் அங்கே இருப்பீங்கன்னு நினைக்கிறேன். சென்னையில் ஜாதி கிடையாது. தமிழ்நாட்டில் ஜாதி உண்டு, தமிழ்நாட்டில் நூக் அண்ட் கார்னர் ஜாதி உண்டு. சென்னை சிட்டியில் ஜாதி கிடையாது. சென்னை சிட்டியில் நீங்கள் ஜாதி கேட்டால் உங்களை அசிங்கமாக பார்ப்பாங்க, ஏசி அப்படி பார்ப்பாங்க, அப்படி சொல்லுவாங்க. சம்டைம்ஸ் உங்களுக்கு அடி கூட விழுது. அது மாதிரி அப்போ தான் நான் புரிஞ்சுக்கிட்டேன், ஓ இப்படி ஒரு உலகம் இருக்குதா. நான் ஒரு பக்கா கிராமம், ரொம்ப சின்ன கிராமத்துலேருந்து போகிறேன். அப்போ எனக்கு ஜாதி இல்லை, நான் யாரையெல்லாம் தொடமாட்டணும், யாரையெல்லாம் கிண்டல் பண்ணணும், அவங்க எனக்கு சோறு போட்டாங்க. யாரெல்லாம் தள்ளி வச்சனோ அவங்களே எனக்கு வேலை கொடுத்தாங்க. സോ അതായത് ഗ്രാമങ്ങളിൽ, തമിഴ്നാട്ട് ഗ്രാമങ്ങളിൽ ജാതി അങ്ങനെയൊന്നുള്ള ഈ വർഗീയത ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. ആൾക്കാർ തൊട്ടുകൂടായ്മ ഇതൊക്കെ ഉണ്ട്. ആ ജാതി പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ മെഡ്രാസ് ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ജാതിനെ പറ്റിയിട്ട് ആരും ഏത് ജാതിയാ അതൊക്കെ ഒന്നും നോക്കില്ല. നമ്മൾ അങ്ങനെ എന്താ ജാതി അങ്ങനെ ചോദിച്ചാൽ പോലും ഒരു എന്താ പറയുക, ഭയങ്കര വേറെ ഒരു ഒരു പുച്ഛിച്ച ഒരു നോട്ടാണ് നോക്കുക നമ്മളെ അവരെ നോക്കിയിട്ട്. സോ അങ്ങനെ അവിടെ ചെന്നൈയിൽ ജാതി അങ്ങനെയുള്ള ഒരു ഇതില്ല, വർഗീയത ഒന്നുമില്ല, எல்லாரும் ஒருபோலையான അവിടെ. சென்னை மாதிரி ஒரு நகரத்தில் உங்களுடைய உழைப்பும் உங்கள் நேர்மையும் தான் உங்களுடைய அடையாளம். உங்கள் கலர், வே ஆஃப் ட்ரெஸ்ஸிங், உங்களுடைய எத்தனிசிட்டி அது எதுவும் அடையாளம் கிடையாது. ചെന്നൈയിൽ നമുക്ക് നമ്മൾ എത്ര ഹോണസ്റ്റ് ആയിരിക്കുന്നു, എത്ര അതേപോലെ എത്ര ഹാർഡ് വർക്കിംഗ് ആണ്, ഇതാണ് നമ്മൾക്ക് അടയാളം. അല്ലാതെ വേറെ ഇതൊന്നും അടയാളമല്ല. നിങ്ങൾ എന്താ ഡ്രസ് ചെയ്തിരിക്കുന്നത് അതൊന്നും അല്ല. ദ ഓൺലി തിങ് ഇൻ ചെന്നൈ, ചെന്നൈയിനെ ആൾക്കാർ നോക്കുന്നത് നിങ്ങൾ എത്ര ഹാർഡ് വർക്കിംഗ് ആണ്, എത്ര ലോയലാണ്, എത്ര ഹോണസ്റ്റ് ആണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. താങ്ക് യു. அந்த பாயிண்ட் வந்துட்டேன், கான்டெக்ஸ்ட் இருந்தாலும் நான் சொன்னேன். ஸோ இதெல்லாம் நடந்த பிறகு நான் சென்னைக்கு வந்துட்டேன், ஜேர்னலிஸ்ட் ஆகிறேன். ஜேர்னலிஸ்ட் ஆன பிறகு நான் என்ன யோசிக்கிறேன், என்கிட்ட ஒரு டூல் கிடச்சிருச்சு, ஒரு வெப்பன் கிடச்சிருச்சு, இதை நான் யாருக்கு யூஸ் பண்ணுறது அப்படிங்கிறப்போ நான் என்ன டிசைட் பண்ணேன்னா, ஒன்று என்னுடைய கரியருக்காக யூஸ் பண்ணுறது, இன்னொன்று சமூகத்துக்காக யூஸ் பண்ணுறது. இந்த 2 ஆப்ஷனில் நான் அந்த ஆப்ஷனை தேர்ந்தெடுத்தேன். மக்களுக்காக நம்ம பேனா பிடிக்கணும் அப்படின்னு நினச்சேன். அதனால் டிசேபிள்டுக்கான மார்ஜினலைஸ்ட் கம்யூனிட்டி, விளிம்புநிலை மக்களுக்காக ജേർണലിസ്റ്റ് ടൂളാ பயன்படுத்துறது அப்படிங்கிறத நான் தேர்ந்தெடுத்தேன். സോ അത് കണ്ടിട്ടാണ് അദ്ദേഹം അതിനുശേഷമാണ് അദ്ദേഹം അത് ടൂളായിട്ട്, ജേർണലിസത്തിനെ ഒരു ടൂളായിട്ട് മാറ്റണം. ഡിസേബിൾഡ് പീപ്പിളിന് വേണ്ടിയിട്ട് എഴുതണം, സംസാരിക്കണം, അവരുടെ പെയിൻസ് പറയണം, അവരെ അപ്ലിഫ്റ്റ് ചെയ്യണം. ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ജേർണലിസം. പിന്നെ ജേർണലിസം എന്താ ആർട്ടിക്കിൾ എഴുതിയാലും ആ ഒരു പെർസ്പെക്റ്റിലാണ് എഴുതാൻ തുടങ്ങിയത് അദ്ദേഹം. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകേണ്ടതുണ്ട്. നല്ല സമയം നമുക്ക് ലിമിറ്റാണ്, വളരെ കുറഞ്ഞ സമയം കൂടിയാണ് ബാക്കിയുള്ളൂ. എല്ലാ ആളുകളും മാക്സിമം ഒരു 2-3 മിനിറ്റോ എടുക്കുക. എന്നിട്ട് നമുക്ക് ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻസുകളുണ്ട്, അതും കൂടി നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പെഹലീഷിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരികയാണ്. ഈ ഒരു ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിൽ നിന്ന് മാറി നിന്ന് കുറച്ചുകൂടി ബിസിനസ്സിലേക്കാണ് ഇപ്പോൾ പെഹലീഷ് എത്തിയിട്ടുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ടാണ് നിങ്ങളുടെ ബിസിനസ്സിൽ, പൊതുസമൂഹത്വം, അതുപോലെ തന്നെ ഈ ഒരു ഡയറക്റ്റ് പോസ്റ്റിലേക്ക് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് പെഹലീഷയെ സൊസൈറ്റി അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലുള്ള ആളുകൾ നോക്കിക്കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈരളി എന്ന സ്ഥാപനം എൻ്റെ ഉപ്പ തുടങ്ങി വെച്ചതാണ്. ഒരു പുതിയ സംരംഭം തുടങ്ങുന്ന അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ട് ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് കൊണ്ടുപോകാൻ. അപ്പം അതിൽ എൻ്റെ ഡിസേബിൾഡ്, ഞാനൊരു വീൽ ചെയറിലായതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചു എന്നുള്ളത് ഉപരി ഞാൻ എങ്ങനെ അതിനുശേഷം
ഞാൻ എങ്ങനെ അത് എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നല്ല, എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നതിന് പകരം നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്ന് ചിന്തിക്കുക. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിനേക്കാളും ഒരു കോമ ഇട്ടിട്ട് നമ്മൾ ഇനിയും നമ്മളെ ജീവിതം ഇനിയും ഒരുപാട് കഥകളും കവിതകളും വരാനുണ്ടെന്ന് മനസ്സിലാക്കുക. മനസ്സ് തളരാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ ജീവിതത്തിൽ 3 സ്റ്റേജായിട്ടാണ് ഞാൻ എൻ്റെ ലൈഫ് പറയുന്നതിനേക്കാളും നല്ല എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഞാൻ വിചാരിക്കുന്നത്. ഒരു 3 സ്റ്റേജ്. ആദ്യം ഈ ഒരു അപകടം പറ്റുമ്പോൾ നമ്മൾ ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വരിക. ആ ചിന്ത വരുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് മാറാനുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളത് തരണം ചെയ്ത് മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ളതാണ്. അപ്പം സമൂഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സിമ്പതിയോ എമ്പതിയോ ഒന്നുമല്ല. നമുക്ക് എങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും നമുക്ക് വരും. എല്ലാവർക്കും പല രീതിയിൽ പരീക്ഷണങ്ങളുണ്ട്. അതെല്ലാം തരണം ചെയ്യുന്ന അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും. എല്ലാവർക്കും മുന്നോട്ട് പോകാൻ മനസ്സിനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടത്. താങ്ക് യു. ഹലോ, അടുത്തതായി ഗീത സലീഷിനോടാണ്. ഒരു 5 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ കാണാൻ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിലേക്ക് ഇനി വരാനിരിക്കുന്നത്? ഒരു 5 വർഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കൃഷി സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഒരു 50 സെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ആദ്യം അതിനെ ഞാൻ നമ്മുടെ സ്ഥലത്ത് അങ്ങനെ ചെയ്തു വന്നതാണ്. അതിനുശേഷം പിന്നെ കോൺട്രാക്ട് ഫാമിങ്ങിലേക്ക് വന്നു. അതൊരു 9.5 ഏക്കറിലേക്ക് ആദ്യം കോൺട്രാക്ട് ഫാമിങ് ചെയ്തു. ഇപ്പോൾ അത് 400-500 ഏക്കറിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്കുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അവിടെ എപ്പോഴും വേണ്ടത് ടീം വർക്കാണ്. ആ ടീം വർക്കിലൂടെയാണ് എനിക്ക് ഈ ഒരു 5 വർഷം കൊണ്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ മാനുഫാക്ചറിങ് ആണെങ്കിലും ഇപ്പോൾ കുർക്കുമിയിൽ നിന്നുള്ള ആ ഒരു പ്രോഡക്റ്റ് ആദ്യം ഞാൻ എൻ്റെ കിച്ചണിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് അന്ന് ഒരു 20 ബോട്ടിൽ, മാക്സിമം പോയ ഒരു 100 ബോട്ടിലൊക്കെയാണ് എനിക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇന്നിപ്പോൾ അത് എനിക്കൊരു 15,000 ബോട്ടിൽസ് വരെ എനിക്ക് മന്ത്ലി ചെയ്യാവുന്ന കപ്പാസിറ്റിയിലേക്ക് എനിക്ക് അതിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ മാർക്കറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ സംരംഭകരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എല്ലായിടത്തും ഞാൻ കേട്ടിട്ടുള്ളൊരു സംഭവം മാർക്കറ്റിംഗ് ആണ്. പക്ഷേ ആ മാർക്കറ്റിംഗ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഈസി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സോഷ്യൽ മീഡിയ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. കാരണം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടിയാണ് എൻ്റെ ആദ്യത്തെ മാർക്കറ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രയ്ക്ക് മാത്രം നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരു നിഷ് മാർക്കറ്റിൽ മാത്രമായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക. ഇന്നിപ്പോൾ നമുക്ക് വേൾഡ് ലെവലിൽ തന്നെ എത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പഠിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഇതിനൊക്കെ എങ്ങനെയാണ് ഡിസേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് നിരന്തരം ക്വസ്റ്റ്യൻസ് എനിക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അവിടെ എനിക്ക് ഞാൻ വാക്കുകളിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല അത് എന്നുള്ള ബോധ്യം എനിക്ക് നല്ല ഇതായിട്ടുണ്ട്. കാരണം അത് നമ്മൾ പ്രവർത്തനങ്ങളിലൂടെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു 6 വർഷം കൊണ്ട് ഞാൻ ചെയ്തെത്തിയിട്ടുള്ളത്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഇന്നിപ്പോൾ നമുക്കറിയാം ഫേസ്ബുക്ക് ആയാലും മെറ്റയിലൊക്കെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഈ ഒരു സംരംഭത്തിന് ആദ്യം ഞാൻ ചെയ്തെങ്കിലും ഇന്ന് എനിക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഞാൻ അതിനെ തിരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഏരിയ, അതുപോലെ തന്നെ നമുക്ക് കൃഷിയുടെ മേഖലയിൽ അതൊരു ഏരിയ, അതൊരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട്, പിന്നെ ഓഫീസ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ടെലികോളേഴ്സ്, കസ്റ്റമർ കെയർ ഒരു ഓഫീസ്, ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അതിനെ ഒരു SOP ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് സാധാരണ പറയും കാഴ്ചയിൽ അത് ഇങ്ങനെയാണ് ഇത് ചെയ്യുക
എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഈ ലോകത്തുള്ള ഏതൊരു വലിയ വലിയ സംരംഭങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഒരിക്കലും ആ ഒരു പേഴ്സണല്ല ഒന്നും ചെയ്യുന്നത്. നമ്മളവിടെ ലീഡ് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് നമുക്ക് വരുന്നത്. ആദ്യഘട്ടങ്ങളിൽ നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളത് ചെയ്തു, അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ, ഇപ്പോൾ പാക്കിംഗ് ആയാലും അതിൻ്റെ കുക്കിംഗ് ആയാലും അതിനെങ്ങനെ നമ്മൾ അയക്കേണ്ട രീതികളായാലും ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിരിക്കുമ്പോൾ നമുക്കതിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എന്തൊരു പ്രോബ്ലംസ് വരുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ എൻ്റെ സംരംഭം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് സംരംഭങ്ങൾ രണ്ട് രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്ന് വൺ മെൻ ഷോ ആയിട്ട് നമുക്ക് സ്വന്തമായി ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ഒരു SOP ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു ഗ്രോ സ്റ്റേജിൽ നമ്മൾ സ്കെയിൽ ചെയ്യുന്നൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ ലീഡ് ചെയ്യുക മാത്രമാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തന്നെ പ്ലാൻ ചെയ്തത് ഒരു സ്കെയിൽ ചെയ്യുന്നൊരു ബിസിനസ്സായിട്ടാണ് ഞാനിതിനെ എൻ്റെ മനസ്സിൽ ഞാൻ ഫിക്സ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഓരോ കാര്യങ്ങളിലും, ഇപ്പോൾ മാനുഫാക്ചറിങ്ങിലായാലും അതിൻ്റെ സ്റ്റിക്കറായാലും അതിൻ്റെ ബോട്ടിലായാലും പാക്കിംഗ് ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ആ ഒരു ക്ലാരിറ്റി നമ്മൾ കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് നന്നായി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതിൻ്റെ പാക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് നോളജുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ എൻ്റെ സംരംഭത്തിലുടനീളം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കിയെങ്കിലും ഞാനത് നമ്മുടെ ഫുഡ് സയൻറ്റിസ്റ്റുകളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അതിൽ ഈ കുർക്കുമിയിൽ നിന്നുള്ള പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളതും അതിൽ ആ കുർക്കുമിൻ നമ്മുടെ ബോഡിയിൽ എങ്ങനെ അബ്സോർപ്ഷൻ നടക്കും എന്നുള്ള അതും കറക്റ്റായിട്ട് ആ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്ത് തന്നത് നമ്മുടെ IISR ഓഫ് ക്യാമ്പസ് ഇൻക്യുബേഷനിൽ നമ്മുടെ ഫുഡ് സയൻറ്റിസ്റ്റുകൾ CDCRലെ സയൻറ്റിസ്റ്റുകളാണ്. അപ്പം നമുക്ക് അവിടെ ഒരു മെൻറ്റേഴ്സ് അത്യാവശ്യമാണ്. ഒന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായിട്ടും. അപ്പോൾ അതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഓരോ ഏരിയയിലും ഓരോ മെൻറ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ഡിജിറ്റലായാലും മാർക്കറ്റിങ്ങിലായാലും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മളത് ചെയ്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭത്തിന് ഈ ഒരു SOP വെച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു 5 വർഷം കൊണ്ട് തന്നെ നമുക്കൊരു വേൾഡ് ലെവലിൽ തന്നെ ഒരു 10-20 രാജ്യങ്ങളിലേക്ക് എൻ്റെ പ്രോഡക്റ്റ് എത്തിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഞാനൊരു 3 രാജ്യങ്ങളിലേക്ക് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ പ്രോഡക്റ്റ്. സർ, അതാണ് ചോദ്യം എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഞാനിനി പ്രിയ മാത്യുവിനോട് കൂടിയാണ് ചോദ്യം ചോദിക്കുന്നത്. ശേഷം നമ്മൾ ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് സമയത്തിൻ്റെ ഒരു പരിധിയുണ്ട്. പ്രിയ, പരമാവധി ഡിസബിലിറ്റി മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള നിലവിലുള്ള തൊഴിൽ മേഖലയിലെ ചലഞ്ചസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺട്രപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ചലഞ്ചസുകളാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ടുകൾ നമുക്ക് നിലവിൽ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് പരിസരത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എസ്പെഷ്യലി ഫൈനാൻഷ്യലായിട്ടുള്ളത്, നമുക്ക് കിട്ടുന്ന ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട്സുകൾ, ഇത്തരം സപ്പോർട്ടുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടാറുണ്ടോ? എന്താണ് നിലവിൽ നിങ്ങളുടെ സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളിയാണ് ഉള്ളത്? 2 മിനിറ്റുള്ളിൽ പറയുകയാണെങ്കിൽ സന്തോഷം. നമുക്ക് ബാക്കി പാർട്ടിസിപ്പൻസിൻ്റെ അടുത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് പരമായിട്ട് ഫാമിലിയിലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ടും ഭയങ്കര കമ്മിയാണ്. ഫിനാൻഷ്യലി നമുക്കൊരു ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇത് സംരംഭം തുടങ്ങുമ്പം നമ്മൾ ആദ്യം സമീപിക്കുക ബാങ്കുകളിലായിരിക്കും. എന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഡിസബിലിറ്റിയുടെ പേരിൽ തന്നെയാണ് 2 ബാങ്കുകൾ നിരസിച്ചു. അവർ എന്നെ കേൾക്കാൻ അവർ തയ്യാറായില്ല. അതാണ് എൻ്റെ പ്രോജക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ അവർ എനിക്ക് കേൾക്കാനുള്ള ഇടം തരുന്നില്ല. ആ ബാങ്കുകൾ നിരസിച്ചെങ്കിലും പിന്നീട് ഞാൻ എൻ്റെ എയിം എന്ന് പറയുന്നത് എൻ്റെ ഗ്ലാഡാണ്. അപ്പോൾ അതിനെ എങ്ങനെയും എനിക്ക് കൊണ്ടുവരണം, ജനങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്നും തളർന്നില്ല. പിന്നെ മറ്റ് ബാങ്കുകളോട് സമീപിച്ചു. അതിനനുസരിച്ച് ബാങ്ക് എന്നോട് കേൾക്കാൻ തയ്യാറായ ബാങ്കുണ്ട്. പക്ഷേ ആദ്യം 2 ബാങ്കുകൾ എന്നെ കേൾക്കാൻ തയ്യാറായില്ല. അത് ഭയങ്കര ഡിസബിലിറ്റിയുടെ പേരിൽ, അതായത്
സമൂഹത്തിൽ എപ്പോഴും ഇവർക്ക് ഒന്നും പറ്റില്ല, ഒന്നിൽ ഇവർ ഈ ബിസിനസ് ഫ്ലോപ്പായാൽ നാളെ ഇവരോട് എങ്ങനെ ചോദിക്കും, ഇല്ലെങ്കിൽ ഇവർക്ക് അതിനൊരു ഉത്തരം തരാൻ ഒരു കഴിവില്ലാത്തവരാണ് എന്നുള്ളൊരു പൊതുധാരണ. ആ ധാരണയിൽ നിന്നുകൊണ്ടാണ് അവരെന്നെ കേൾക്കാൻ തയ്യാറാകാതിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചോദിച്ചതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം, ഇതിനകത്ത് ബാങ്കുകൾ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ തരികയാണെങ്കിൽ പോലും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് തരുന്നത്. പക്ഷെ ഒരു ഫിനാൻഷ്യലി സപ്പോർട്ട് ഇല്ലാത്ത ഒരാൾക്ക് ഈ വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യമേ നൽകുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ കാര്യങ്ങൾ ചെയ്യാം. കാരണം നമ്മൾ പലിശയ്ക്ക് വരെ പൈസ എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മുൻകൂറായിട്ട് തന്നാൽ നമുക്ക് ആ ഒരു സാഹചര്യത്തെ നമുക്ക് മറികടക്കായിരുന്നു. ആ ഒരു രീതിയിലും ബാങ്കുകളായാലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഭിന്നശേഷിയെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളുണ്ട്. അപ്പം ഈ ഇത്തരം സംഘടനകൾ പോലും എനിക്ക് പറയാനുള്ളൊരാശയം എന്ന് വെച്ചാൽ എൻ്റർപ്രണറായിട്ട് ഇല്ലെങ്കിൽ സംരംഭകത്വത്തിൽ ആശയം കൊണ്ട് ഇല്ലെങ്കിൽ ഒരു ഇതായിട്ട് വരുന്നവരെ കണ്ടെത്തി അല്ലെങ്കിൽ അവർക്ക് ഒരു അവസരം കൊടുത്ത് അവരെ അതിൽ ആ ഒരു കാര്യത്തിലേക്ക് കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യാനുള്ള സാമ്പത്തിക ചുറ്റുപാടും കൂടി ഇത്തരം സംഘടനകൾ കൂടി കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഒരിക്കലും ഒരു ഡിസബിലിറ്റിയുടെ പേരിൽ മാറ്റി നിർത്തരുത്. കാരണം ഡിസബിലിറ്റി ഒരു അവസ്ഥ മാത്രമാണ്, ശാരീരിക അവസ്ഥ മാത്രമാണ്. നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നോൺ ഡിസബിലിറ്റി ആൾക്കാരെ പോലെ കഴിവുകളുള്ള എല്ലാത്തിനെയും കുറിച്ച് അറിവുള്ള ആൾക്കാരാണ് ഡിസബിലിറ്റി നേരിടുന്നത്. അതൊരു അവസ്ഥയാണെന്ന് കാണുകയാണ് സമൂഹം ചെയ്യേണ്ടത്. താങ്ക് യു പ്രിയ മാത്യു. നമ്മളുടെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസിനെ നമുക്ക് സ്വീകരിക്കാമെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ക്വസ്റ്റ്യൻസ് വളരെ പ്രിസൈസായിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ പാനൽ ആളുകളും വളരെ കൃത്യമായിട്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പം ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ അതിനുള്ളൊരു മറുപടി കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഞാനൊരു ഭിന്നശേഷി കുട്ടിയുടെ രക്ഷിതാവാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്, തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ ദാതാക്കളിലേക്ക് എന്നുള്ളതാണല്ലോ നമ്മളെ സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ തൊഴിൽ കൊടുത്ത വിഭാഗത്തിൽ ഭിന്നശേഷിക്കാരായ ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതിൽ ഏതൊക്കെ തരത്തിലുള്ള ഭിന്നശേഷിക്കാർ, 21 ഭിന്നശേഷി ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ തരത്തിലുള്ള ഭിന്നശേഷിക്കാരുണ്ട് എന്നുള്ളൊരു ചോദ്യം. അതേപോലെ തന്നെ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ചെയ്യുന്ന ജോലി അത് ഞാൻ ID വിഭാഗത്തിലുള്ള ഇൻ്റലക്ച്വലി ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവാണ്. അപ്പോൾ ആ മാഡം ചെയ്യുന്ന ആ കമ്പനിയിൽ നമ്മുടെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതേപോലെ ബഷീർക്ക പറഞ്ഞ അത് പേപ്പർ പ്രോഡക്റ്റിൻ്റെ അതും ചെയ്യാൻ പറ്റും. അതേപോലെ കള്ളിയത്ത് ഇതിൻ്റെ അത് തന്നെ അവർക്കൊക്കെ ഈ വിഭാഗത്തിന് ജോലി കൊടുക്കാൻ പറ്റുമോ, എത്ര പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിയ മാഡം പറഞ്ഞ കാര്യമുണ്ട്, നമ്മുടെ സർക്കാരിൻ്റെ കാര്യം. നമ്മുടെ ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഒരു സ്വയം തൊഴിലിനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ സർക്കാരിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഒരു 100 കൂട്ടം നൂലാമാലകളാണ് വരുമാന പരിധി. അത് നമ്മൾ ഈ KDF-ലൂടെ ഈ ഒരു സംഭവം വരുമാന പരിധി എന്നുള്ളത് അത് എടുത്ത് കളയാനുള്ളൊരിത്, അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒരുപാട് ഉപകാരപ്രദമാണ്. സഹോദരി ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിയുടെ രക്ഷിതാവാണ് ചോദിച്ചത്. അവസാനം ചോദിച്ച കാര്യത്തിന് ആദ്യം മറുപടി പറയാം. നമ്മൾ ഈ ഭിന്നശേഷിക്കാരെ, അതായത് നമ്മൾക്ക് ഈ വരുമാന പരിധിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളുമായിട്ട് നമ്മൾ നിരന്തരം, ഞാനൊരു സംഘടനാ പ്രതിനിധി എന്നുള്ള നിലക്ക് പറയുകയാണ്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷയോടുകൂടി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴുള്ള നൂലാമാലകൾ, സത്യം പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഏത് ഇൻഡസ്ട്രിയിലേക്കാണോ വരുന്നത്
അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ആ പ്രോപ്പർ ചാനലിലൂടെ വന്നാൽ, ഞാൻ 2008 ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരും നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട പ്രിയ പറയുന്നതിന് വിപരീതമായിട്ട് എനിക്ക് പറയേണ്ടി വരികയാണ്. പലർക്കും പല അനുഭവങ്ങളാണ്. പിന്നെ നിങ്ങൾ പറയുന്ന ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നിങ്ങൾ തൊഴിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഞാനൊരു മാനുഫാക്ചറിങ് സെക്ടറിലാണ് എൻ്റെ ബിസിനസ് നിലകൊള്ളുന്നത്. അപ്പോൾ അത് മെഷീനറീസാണ് ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മളിപ്പോൾ തൊഴിൽ അന്വേഷകരിൽ നിന്നും തൊഴിൽ ദാതാക്കളാവുകയാണ്. അപ്പം തൊഴിൽ ദാതാവ് എന്ന് പറയുമ്പോൾ തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ വന്ന് പിന്നെ ആ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളതിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ അതിന് ഉയർച്ചയും പ്രോഫിറ്റും ഒക്കെ പ്രതീക്ഷിക്കുമ്പോഴേ നമ്മളതിൻ്റെ എക്സ്പെൻഡിച്ചർ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ പ്രാരംഭത്തിൽ ഉപയോഗിച്ചിരുന്ന നോർമൽ മെഷീൻസൊക്കെ മാറ്റി ഇപ്പോൾ ഹൈ സ്പീഡ് സൂപ്പർ സോണിക് മെഷീനിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു 100% നിന്നും തൊഴിലാളികൾ തന്നെ ഒരു 25% ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം ബിസിനസ്സിലേക്ക് വരുമ്പോൾ പിന്നെ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ആ ബിസിനസ്സിൻ്റെ നിലനിൽപ്പ് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ സമൂഹത്തിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ എല്ലാവരെയും നമുക്കതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ സമൂഹത്തിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഡിസ്പോസിബിൾ മേഖലയിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ ചായ കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. ചൂടുകാലം വരാനിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുടിവെള്ളം പോലും ദൗർലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഹൈജീനായിട്ട് ഒരു ചായയോ കോഫിയോ കുടിക്കണമെങ്കിൽ അത് സ്റ്റീൽ കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് പേപ്പർ കപ്പ്. പക്ഷേ പേപ്പർ കപ്പ് ഇന്ന് പൊതുജനങ്ങളുടെ തെറ്റിദ്ധാരണ, പൊതുജനങ്ങളിലേക്കാണ് പറയുന്നത് അത് ആരോഗ്യ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. 2008 ഇൻഡസ്ട്രിയിലുള്ള സമയത്തൊക്കെ പോളി എത്തിലിൻ കോട്ടഡ് പേപ്പർ കപ്പ് ആയിരുന്നു. അതിൽ ചെറിയ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ യാതൊരുവിധ ആരോഗ്യ പ്രശ്നമില്ലാത്ത ബയോ കമ്പോസ്റ്റബിൾ പേപ്പർ കപ്പ് വിപണിയിൽ ലഭ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും പേപ്പർ കപ്പൊക്കെ വാങ്ങി, കാരണം നമുക്കൊരു 2000, 5000 അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നമുക്കിത് കഴുകാനുള്ള വെള്ളമൊന്നും കഴുകുകയാണെങ്കിൽ തന്നെ ഹൈജീനായി കിട്ടില്ല. അപ്പോൾ അത് നിങ്ങളാണ് ഉപഭോക്താക്കൾ അത് മനസ്സിലാക്കണം. ഇപ്പോൾ എന്തിനു പറയുന്നത് എനിക്കിവിടെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ഇവിടെ ഇപ്പം നമുക്ക് വേണ്ടി സെർവ് ചെയ്തിട്ടുള്ള ഇത് സർക്കാർ നിരോധിച്ച പ്രോഡക്റ്റാണ്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, ഇത് സർക്കാർ നിരോധിച്ച പ്രോഡക്റ്റ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്കത് പറയാനൊരു വിഷമമുണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾ ഉപഭോക്താക്കൾ അതിൻ്റെ ബോധ്യം. 300 മില്ലി ആണെങ്കിൽ 300 മില്ലിക്ക് 300 മില്ലി 500 മില്ലിയിലേക്ക് അത് വലുതാവുകയാണെങ്കിൽ നമ്മൾക്ക് യാതൊരു നിരോധനമില്ല. ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മറ്റാർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻസും കൂടി സ്വീകരിക്കുന്നതാണ്. ഓക്കെ. നേരത്തെ എന്നോട് പറഞ്ഞു കള്ളിയത്തുന്നുള്ളതിന്, എൻ്റെ ഓഫീസ് വരുന്നത് കണ്ണഞ്ചേരിയാണ്. അവിടെ ഒരു കുട്ടി, വീൽ ചെയറുള്ള ഒരു കുട്ടി ഞങ്ങൾ ഓഫീസിൽ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വൈഫ് നടത്തുന്ന ഒരു കഫേ ഉണ്ട്. അവിടുത്തെ സ്റ്റോർ മാനേജറായിട്ട് ഈ കുട്ടിയുടെ ഹസ്ബൻഡാണ് ഉള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ഇൻഡസ്ട്രിയിൽ കൊടുക്കാൻ. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ കസ്റ്റമർ കെയർ അങ്ങനത്തെ ജോലികളെ പറ്റുള്ളൂ. അവർക്ക് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഫെസിലിറ്റി തന്നെയാണ് കൊടുക്കുന്നത്. ഇതിലുപരി നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത്. എൻ്റെ വൈഫ് നടത്തുന്ന കഫേ വരെ അങ്ങനെയാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് നോക്കാം. അതുള്ളൂ. താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ. ഹായ്, ഹൗ ആർ യു? എൻ്റെ പേര് ഫാത്തിമ എന്നാണ്. ഞാൻ ഇവിടെ കല്ലായിലാണ് താമസം. എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് ജോലിനെ കുറിച്ചാണ് സാർ. ഞാൻ സിവിലിൽ കുറേ പ്രാവശ്യമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് ജോലിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് അവിടെ ജോലി ഇല്ല എന്നാണ്. അങ്ങനെ ഞാൻ +2 കംപ്ലീറ്റ് ആക്കിക്കണേ. എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു. അത് കാരണം പറയാനുള്ളത്, ഞാനൊരു ഡിസബിലിറ്റി ഉള്ള ഒരാളാണ്. പിന്നെ ഹസ്ബൻഡ് ഒഴിവാക്കി ഡിവോഴ്സായ ഒരു വ്യക്തിയാണ്. പിന്നെ എനിക്കൊരു മോളുണ്ട്, +1 പഠിക്കുകയാണ് മോള്. ഇപ്പോൾ ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിന്ന് മോളെ നോക്കാനുള്ളൊരു നല്ലൊരു അതിയായ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടാനുള്ളൊരു എന്തെങ്കിലും വഴി ഉണ്ടാവുമോ? തീർച്ചയായിട്ടും
നമ്മളുടെ ഇൻഫോർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൾസുകളുണ്ട് നിലവിൽ നമ്മളുടെ ഈ പവനയിൽ. നിങ്ങളുടെ എന്താണ് പ്രശ്നങ്ങളും അത്തരം സംഗതികളൊക്കെ അവിടെ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള മാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. താങ്ക് യു സാർ. ഒന്ന് കൺക്ലൂഡ്. എനി ക്വസ്റ്റ്യൻസ് വല്ലതുണ്ടോ? ഓക്കെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സനിക. ഞാൻ കാസർഗോഡ് ജില്ലയിൽ അക്കര ഫൗണ്ടേഷനിൽ എംപ്ലോയബിലിറ്റി ആൻഡ് ലൈവ്ലിഹുഡ് പ്രോഗ്രാം ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ ലൈവ്ലിഹുഡ് ആൻഡ് എംപ്ലോയബിലിറ്റി 3 പ്രൊജക്റ്റുകളായി നടത്തുന്നുണ്ട്. നമ്മൾ അതിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അതുപോലെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേസ്മെൻറ്റിലേക്ക് എത്തിക്കും, പക്ഷേ മെജോറിറ്റി നമ്മൾ ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ID കാൻഡിഡേറ്റ്സ് ആണ്, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ്. അപ്പോൾ അതിൽ നമ്മൾ മേജർലി അനുഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വൺസ് നമ്മൾ പ്ലേസ്മെൻറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു 1 month or 2 month മാത്രമേ അവരത് തുടരുന്നുള്ളൂ. അതിലൊരു മേജർ ഞങ്ങൾക്കൊരു ഒരു പ്രോബ്ലം തോന്നിയിട്ടുള്ളത് പാരൻസിൻ്റെ പാമ്പറിങ് ആണ്. മീൻസ് അവർ ക്വസ്റ്റ്യൻ ഒന്ന് സ്പെസിഫിക് ആവോ? നമുക്ക് സമയത്തിൻ്റെ ഒരു പരിധിയാണ്. സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ പാരൻസ് കുട്ടികൾ കാണുന്നത് ഭയങ്കര അവരുടെ ഇപ്പോഴും കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ്. അപ്പം അവരൊരു തൊഴിലിലേക്ക് എത്തിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നമ്മളുടെ പാരൻസിൽ കുറഞ്ഞു വരുന്നുണ്ട്. മീൻസ് കാസർഗോഡ് ജില്ലയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങൾക്ക് ഒരു സംരംഭകരാണ്, അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ ടാക്കിൾ ചെയ്തു? ശ്രീജ അതിനുള്ള ആൻസർ പറയുക. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ജോലി വേണമല്ലോ. നമ്മൾ ഉടനെ നമ്മൾ നോക്കുന്നത് ഏതാണ്? വെബ്സൈറ്റിൽ ഏതെങ്കിലും ജോലി അവൈലബിൾ ആണോ എന്ന്. സോ ഐ വോണ്ട് നോ ഹൗ മെനി ഓഫ് ദ വെബ്സൈറ്റ്സ് ആർ ഡിസേബിൾ ഫ്രണ്ട്ലി. അങ്ങനെ നമുക്ക് ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്താൽ ടു സം എക്സ്റ്റെൻറ്റ് ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇങ്ങനത്തെ എവിടെ ജോലി കിട്ടും, എന്താണ്, അങ്ങനെയൊക്കെ നമുക്ക് വിഷമിക്കണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഓൺട്രപ്രണേഴ്സ്, അതായത് എത്ര ഞങ്ങൾ ഇതുണ്ടല്ലോ, എത്ര ഓൺട്രപ്രണേഴ്സ് ഡിസേബിൾ പീപ്പിളിന് ജോലി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ഹൗ മെനി ഡിസേബിൾഡ് ഓൺട്രപ്രണേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് ദെയർ ഓൺ സ്റ്റാർട്ടപ്സ് and how many disabled people are being employed. ഇങ്ങനത്തെ ഡീറ്റെയിൽസ് നമുക്ക് വെബ്സൈറ്റ്സിൽ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ എവ്രി വൺ. ആൻഡ് നമുക്ക് ഈ സെർച്ച് നമുക്ക് വന്നിട്ട് ഒരു പ്രശ്നമാവില്ല. നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് എല്ലാവർക്കും അതായത് ഒരു ക്വറി ആയിട്ട് അത് മാറാതെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് നെക്സ്റ്റ് എന്താണ് ഈ കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ള സൊസൈറ്റിയും പറഞ്ഞു കൊടുക്കും. ഇത് എല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയെ തന്നെ ദേ വിൽ സ്റ്റാർട്ട് ടു ഹെൽപ്പ് ദ ഡിസേബിൾഡ് പീപ്പിൾ എന്നാണ് എൻ്റെ ഒരു ഫീല് ഇപ്പം. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഓരോന്നും കൂടി ശ്രീജ തന്നെ അതിന് മറുപടി പറയും. First of all, I don't know Malayalam, so I used to, I have to use phone to translate what you all were saying. So, like physically challenge we can all see, but how mental well-being is going, we can't even see. So, and entrepreneurship comes with all the stress. So, how have you guys went through it, and how do you have managed? Like as Geeta ma'am has said that mentors are essential. So, do you have mentors for that, or how have you been through it? Thank you. Yeah. So, ഈ ഒരു ക്വസ്റ്റ്യൻ ഐ ആം ദ റൈറ്റ് പേഴ്സൺ ഐ തിങ്ക്, ബിക്കോസ് വി ആർ ഗോയിങ് ടു കം അപ്പ് വിത്ത് സച്ച് എൻ ഓർഗനൈസേഷൻ വേർ ഡിസേബിൾ പീപ്പിൾ വിൽ ബി മെയ്ഡ്, അവരെ ഓൺട്രപ്രണേഴ്സായി മാറ്റാനുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ്, ഒരു ഐഡിയ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. സോ അത് ആവശ്യമുണ്ട് ഇപ്പോൾ. ദിസ് ഇസ് എ നീഡ് ഓഫ് ദ അവർ എനിക്ക് തോന്നുന്നത്. താങ്ക് യു ഓൾ. നമ്മുടെ സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. ഡിസബിലിറ്റി വ്യക്തികൾ തൊഴിൽ സീക്കർ എന്നതിനപ്പുറത്ത് തൊഴിൽ ദാതാക്കളിലേക്ക് എത്രത്തോളം അവരുടെ മേഖലകൾ വികസിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്.
തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ആ തൊഴിൽ സംരംഭത്തിലേക്ക് ആളുകളുടെ പ്രവേശനം, അവർക്ക് കിട്ടേണ്ടുന്ന കംഫേർട്ട്, സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവരുടെ സംരംഭങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഡിസബിലിറ്റി മേഖല ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പോവർട്ടി തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന ഒരു സമൂഹത്തിൽ നല്ലൊരു ശതമാനം പോവർട്ടി സാധ്യതകൾ ഉണ്ട് തന്നെയാണ് പഠനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കുവാൻ ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ തൊഴിൽ ദാതാക്കളിലേക്ക് പ്രവേശിക്കുക എന്ന് തന്നെയായിരിക്കും പ്രധാനമായിട്ടും നമുക്കതിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നോട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ആ നിലക്ക് തന്നെ ഇത്തരം ഡിസബിലിറ്റി വ്യക്തികൾ സമൂഹത്തിൽ ഇത്തരം സംരംഭങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അതിന് സൊസൈറ്റിയുടെ സപ്പോർട്ടുകൾ കൂടുതൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യലായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള സപ്പോർട്ട്സുകൾ ആവശ്യമുണ്ട്. പലതരത്തിലുള്ള ക്യാപിറ്റൽസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലേക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ മനുഷ്യന്മാരും ആ തരത്തിലേക്ക് എൻഗേജ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സംരംഭം വിജയിച്ചു പോകാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ എനിക്ക് ചേർത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സഹതാപത്തോടു കൂടി ഡിസബിലിറ്റി വ്യക്തികൾ ഉൽപ്പാദിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഡിസബിലിറ്റി വ്യക്തികൾ സ്റ്റാർട്ടപ്പ് ചെയ്ത ഒരു സാധനത്തെ കാണാൻ ശ്രമിക്കരുത്. ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂസിനെ, ക്വാളിറ്റീസിനെയാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഈ മനുഷ്യന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ അവർ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളായിക്കോട്ടെ, സംരംഭങ്ങളായിക്കോട്ടെ, അത് എല്ലാ മനുഷ്യന്മാർക്കും ക്വാളിറ്റിയിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ വാല്യൂസിനെ കൂടുതൽ എൻഷുർ ചെയ്തുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഡിസേബിൾഡ് ആയ വ്യക്തികളാണെങ്കിൽ ഓക്കെ, എന്നാൽ പിന്നെ ഞാനങ്ങ് വാങ്ങിക്കോളാം ആ സാധനം, അത് വേണ്ട. മറിച്ച് അതിനപ്പുറത്ത് ഡിസബിലിറ്റി വ്യക്തികൾ ആരംഭിച്ചിട്ടുള്ള സംവിധാനങ്ങൾ, സംരംഭങ്ങൾ, അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുവാനും അത്തരം സാധ്യതകൾ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കുവാനുള്ള എല്ലാ ഇടപെടലുകളും കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു സമൂഹത്തിനായി, സാമ്പത്തികമായിട്ട് എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമൂഹത്തിനായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നമുക്ക് കുറച്ച് സമയത്തിൻ്റെയൊക്കെ ഒരു പരിമിതിയൊക്കെ ഉണ്ടായിരുന്നു. എനിവേ നമുക്കിനി സംഭാഷണങ്ങൾ തുടരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഇടപെടലുകൾ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്.